സാർ എങ്ങനെയാണ് സാർ ഒരു വ്യക്തിയെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഹിപ്നോട്ടിക് ട്രാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് കാണിക്കാം? സാറിൻ്റെ ഹിപ്നോട്ടിക് തെറപ്പികളുടെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യുന്ന സമയത്ത് സാറ് ഭയപ്പെട്ടു പോയ ഏതെങ്കിലും സംഭവം ഒന്ന് ഓർത്ത് പറയാം? അല്ലാതെ ചില സമയത്ത് ഞാൻ പറയല്ലേ, മനസ്സ് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പാനിക് അറ്റാക്ക് അത് എന്ത് കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ അത് ശരിക്ക് സംഭവിക്കുന്നതായിട്ട് പലർക്കും കേട്ടിട്ടുണ്ട്. അതെങ്ങനെ മാറ്റാം? നമ്മുടെ മെന്റലിസ്റ്റുകളുടെ കാലമാണിപ്പോൾ. ധാരാളം മെന്റലിസ്റ്റുകൾ ഓപ്പൺ സ്റ്റേജ് പെർഫോമൻസ് കാണിക്കുന്നു, മൈൻഡ് റീഡ് ചെയ്യുന്നു, പല കാര്യങ്ങളും പ്രൊഡിക്റ്റ് ചെയ്യുന്നു. മെന്റലിസം എന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അതോ അതൊരു ചെറിയ ടെക്നീക്കാണോ? അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു സ്കില്ലാണ്, അതൊരു മജീഷ്യൻ്റെ അൾട്ടിമേറ്റ് സ്കില്ലിൽ പെടുന്ന കാര്യങ്ങളെന്നാണ് ഞാൻ. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ ഞങ്ങളടുത്തേക്ക് ഒരു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്ത് നിങ്ങളുടെ ലൈഫ് മാറ്റിത്തരാം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? നല്ല ചോദ്യമാണ് ഇത്. പ്രത്യേകിച്ചും ഇത് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ഒരു അൺകൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായാണ് ഈ ഹിപ്നോതെറാപ്പി ചെയ്യുക. നമസ്തേ, മായ സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ തന്നെ സൈക്കോളജിയുടെ ആദ്യത്തെ യാത്ര തുടങ്ങുന്നത് യോഗവാസിഷ്ഠത്തിലെ വസിഷ്ഠ മഹർഷിയുടെ യത് മനഃകൃതം തത്കൃതം ബ്രാഹ്മ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ നിന്നാണ്. ആ ശ്ലോകത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ അതിനുശേഷമാണ് സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യുങ് എന്നീ മഹത് വ്യക്തിത്വങ്ങൾ പോലും സൈക്കോളജിയുടെ ആഴങ്ങൾ തേടാൻ ഇറങ്ങുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ 2 ദശകങ്ങളായി മനസ്സുകളെ മനനം ചെയ്തുകൊണ്ട് പഠന നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മളോടൊപ്പമുള്ള ബഹുമാന്യനായ ശ്രീ സുരേഷ് കുമാർ സാർ, ഇന്ന് അദ്ദേഹമാണ് ഈ പ്രോഗ്രാമിൽ അതിഥിയായിട്ടുള്ളത്. സാർ, വെൽക്കം ടു ദി ഷോ. അദ്ദേഹം ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ നാഷണൽ ലെവൽ സർട്ടിഫൈഡ് ട്രെയിനറാണ്. കോർപ്പറേറ്റ് ട്രെയിനർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഖ്യാതി കുറച്ചൊന്നുമല്ല. SBI, അങ്ങനെ RBI ഇത്തരത്തിലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലേക്കും കോർപ്പറേറ്റ് ട്രെയിനിങ് അദ്ദേഹം നൽകുകയുണ്ടായി. അവയുടെ ഫലമായി എംപ്ലോയീസിനുണ്ടായ മാറ്റം തികച്ചും ശ്ലാഘനീയമാണ്. അദ്ദേഹത്തിന് ഏത് തരത്തിലും ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ചലനങ്ങൾ മാറ്റിക്കൊണ്ട് പുതിയൊരു വ്യക്തിത്വമാക്കിയെടുക്കാൻ സാധിക്കുമെന്നത് നിസ്തർക്കമാണ്. വീണ്ടും ചില ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടുള്ള, വളരെ കാലങ്ങളായി അവരെ മനസ്സിനെ അലട്ടുന്ന, അവർക്ക് ഉത്തരം കിട്ടാത്ത മനസ്സിൻ്റെ ചില പ്രഹേളികളിലേക്ക് നമ്മൾ വെളിച്ചം വീശാൻ പോകുന്നു. സർ, ചോദ്യങ്ങളിലേക്ക്. ഓക്കെ, താങ്ക് യു. ചോദിക്കും. ആദ്യത്തെ എൻ്റെ ചോദ്യം, കൺസൾട്ടന്റ് സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൺസൾട്ടന്റ് സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഒരു സൈക്കോളജിസ്റ്റിനാണ്. അപ്പോൾ അദ്ദേഹം ഒരു കൺസൾട്ടേഷൻ കൊടുക്കും. അത്തരത്തിലുള്ള ആൾക്കാരെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയും. അവർ കൂടുതലും കൗൺസിലിംഗ് ആണ്, സംസാരത്തിലൂടെ, ടോക്ക് തെറാപ്പിയിലൂടെ ഒരു ക്ലയൻറ്റിൻ്റെ മനസ്സിനെ നോർമലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക. സൈക്കോളജിയിലാണെങ്കിൽ അങ്ങനെ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശം കൊടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സൈക്കാട്രിക് ഇഷ്യൂ വേണമെങ്കിൽ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് റെഫറൻസ് കൊടുക്കുന്ന ബേസിക്കായ ഒരു ഹെൽപ്പാണ് ഒരു തെറാപ്പിസ്റ്റ് ചെയ്യുക, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ചെയ്യുക. നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ ഈയിടെയായി കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ കാലങ്ങളായി കേൾക്കുന്ന പല ഈവൻ സോഷ്യൽ മീഡിയ പേജുകൾ പോലും കാണുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിസ്റ്റുകൾ, അല്ലെങ്കിൽ ഞങ്ങളടുത്തേക്ക് ഒരു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്ത് നിങ്ങളുടെ ലൈഫ് മാറ്റിത്തരാം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? നല്ല ചോദ്യമാണ് ഇത്. പ്രത്യേകിച്ചും ഇത് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ഒരു അൺകൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായാണ് ഈ ഹിപ്നോതെറാപ്പി ചെയ്യുക. അത് ഹിപ്നോതെറാപ്പി എന്ന് പറയുമ്പോൾ അത് വളരെ അതായത് നമുക്കൊരു മനസ്സുണ്ട്. ഈ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റിയാൽ, അവിടെ നമ്മൾ നിർദ്ദേശം കൊടുത്താൽ മനസ്സ് അക്സെപ്റ്റബിൾ ആവും. ഒരുപക്ഷെ നിങ്ങൾ ഹിപ്നോസിസ് എന്ന് കേട്ടിട്ടുണ്ടാവും, സ്റ്റേജ് ഹിപ്നോട്ടിസ്. അത് ഒരു ആർട്ട് ഫോമാറ്റ് എടുക്കാൻ പറ്റും. പക്ഷെ ഇതങ്ങനെയല്ല. ഒരാളിനെ ഒരു തെറാപ്പിക്ക് വിധേയമാക്കി അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഓൺ ആക്കിയതിനു ശേഷം അവിടെ നിർദ്ദേശങ്ങൾ കൊടുത്താൽ അത് ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ പറഞ്ഞ പാസ്റ്റ് ലൈഫ്, അതെ, സജഷൻസ് ആണ്. ആ മനസ്സിനെ
നമ്മൾ സജസ്റ്റബിൾ ആക്കുന്ന പ്രോസസ്സാണ് ഹിപ്നോതെറാപ്പിയിൽ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചോദ്യം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, അത് വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രം ഒരു മനുഷ്യന്റെ ഈ ജന്മത്തിലുള്ള ചില പ്രശ്നങ്ങളെ പരിഹരിക്കും. പാസ്റ്റ് ലൈഫ് എൻ്റെ പല റിഗ്രഷനിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ അതാണ് അതിന് ഇതിനകത്ത് നമ്മളെല്ലാവരും പറയുന്നത് നമുക്ക് പല പല ജന്മങ്ങളുണ്ടെന്നുള്ള വിശ്വാസം. മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ് ബുക്ക് തന്നെയാണ് വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ അങ്ങനെ ഉണ്ട് ഇല്ല, അതൊന്നും ഒരിക്കലും സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ ആർക്കും കഴിയില്ല. മേ ബി അതൊരു മൈൻഡിന്റെ ഒരു ഇല്യൂഷൻ ആവാം, പക്ഷെ അത് ഒരു തെറാപ്പിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു ക്ലയന്റിന് കഴുത്തിലൊരു വൻകിട വേദനയുണ്ട്, ഒരു അസുഖം ഒന്നും നമ്മൾ നോക്കിയിട്ടത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ക്ലയന്റ് എൻ്റെ അടുത്ത് വന്ന ആ ക്ലയന്റിന് ഏകദേശം ഒരു 34 വയസ്സ് കാണും. അവരൊരു അവർ ഇങ്ങനെ ഒരു ഗവൺമെന്റ് സർവീസിലുള്ള ഒരാളാണ്. അവരുടെ ഒരു പ്രത്യേകത, കഴുത്ത് അതിഭയങ്കരമായിട്ട് വേദനിക്കും. ഇതാണ് പ്രശ്നം. അപ്പോൾ ആരോ പറഞ്ഞ് ഇങ്ങനെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്താൽ അത് പരിഹരിക്കാൻ പറ്റുമെന്ന്, ബാക്കി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ അവർക്ക് 34, 33 ഇങ്ങനെ കൊണ്ടുപോയി 0-ൽ നിർത്തി കഴിഞ്ഞാൽ ബാക്കിലേക്ക് നമുക്ക് മനസ്സിന് ശാസ്ത്രീയമായി മൂവ് ചെയ്യിക്കാം. അപ്പൊ നമ്മൾ ചോദിച്ചാൽ അവർ പറയും ഞാൻ ഈ ജന്മത്തിലാണ് എന്ന് പറയും. എല്ലാവരും പറയണമെന്നില്ല, ചിലർ കൃത്യമായിരിക്കും എന്നാണ് എനിക്ക് ഇതിന്റെ ഉദാഹരണം പറയാൻ മനസ്സിലായി. അപ്പൊ ചില ആൾക്കാർ പറയും ഞാൻ കഴിഞ്ഞ പൂച്ചയായിരുന്നു എന്ന് പറയും. നമുക്ക് സൈക്കോളജിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പട്ടി, കാക്ക കരയും പോലെ കരയും. അത് എന്താണെന്ന് കേട്ടത് എനിക്ക് അതിന്റെ ഉത്തരം പറഞ്ഞുതരാൻ അങ്ങനെ അറിയില്ല. പക്ഷെ ഈ സ്ത്രീ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ആരാണെന്ന് അവർക്ക് വ്യക്തതയില്ല, പക്ഷെ അവരുടെ അന്ത്യം ദയനീയമായിരുന്നു. അവരുടെ ഹസ്ബൻഡ് അവരെ കെട്ടിത്തൂക്കി കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ വേദന എൻ്റെ ജന്മത്തിൽ ഇങ്ങോട്ടും കൂടെ ബാധിച്ചു എന്നാണ് അവരുടെ ആയിരിക്കും, എനിക്കറിയില്ല, കോൺഷ്യസ്. അപ്പം നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, നിങ്ങളുടെ ആ ജന്മത്തിലുള്ള എല്ലാ വേദനകളും എല്ലാ സന്തോഷങ്ങളും അവിടെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് വരുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞ് ആ നിർദ്ദേശം കൊടുത്തിട്ട്, അതെ, അതായത് ഒരു പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ക്ലയന്റ് പൂർണ്ണമായി നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ സ്ഥിതിയിലായിരിക്കും. അതിന് ഒരുപാട് പാരാമീറ്റർ വെച്ച് അങ്ങോട്ട് ചെയ്യാവും. പക്ഷെ തിരിച്ചുകൂടെ കൊണ്ടുവന്ന് അവർ നമ്മൾ ഉണർത്തിയെടുക്കുമ്പോൾ നിങ്ങൾ നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അത് ഈ ലേഡിയെ സംബന്ധിച്ച് ഒരു സെഷനേ വേണ്ടി വന്നുള്ളൂ, അവർക്ക് പരിപൂർണ സുഖം കിട്ടി. പക്ഷേ ഇതൊന്നും പറ്റാത്ത ഒരുപാട് ക്ലയൻസും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും വർക്ക് ചെയ്യുമെന്ന് കേട്ടാൽ എൻ്റെ 1-2 ക്ലയൻസിന് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല. 2 ദശകങ്ങളായിട്ട് സാർ ഉണ്ട്. തീർച്ചയായിട്ടും. സാർ, ഇപ്പോൾ ഒരു സംശയം ചോദിക്കാണ്. ദേജാവു എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതെ, ഇപ്പൊ തന്നെ നമുക്ക് തന്നെ, പ്രത്യേകിച്ച് നമ്മൾ തന്നെ ചില സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് പോകാറുണ്ട്. പോകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകാറുണ്ട്. ആ സ്ഥലത്തൊരു പ്രത്യേക ഫീല്, ആ സ്ഥലത്തേക്ക് കൂടുതൽ ഡ്രൈവ് ചെയ്യുക, നമ്മൾ യാത്ര ചെയ്യുക, അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇല്ല, അത് വാസ്തവം ഉണ്ടെന്ന് കേട്ടാൽ അത് നമ്മുടെ ഒരു ഫീലിംഗ് ആയിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിനൊക്കെ അല്പം ഒരു അന്ധവിശ്വാസം കലർത്തി പറയാം. അതല്ലാത്ത ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടാവും. അത് ആ സ്ഥലത്തിന്റെ പോസിറ്റിവിറ്റി ആവാം, നിങ്ങളുടെ പോസിറ്റിവിറ്റി ആവാം, അവിടെ കണ്ട ചില ചെടികളാവാം, മരങ്ങളാവാം, വായു, പ്രകൃതി ഭംഗിയാവാം. അത് നമുക്ക് അങ്ങനെ തോന്നുന്നത് അത് ഉണ്ട്, തീർച്ചയായിട്ടും അതിനുണ്ട്. ഏജ് റിഗ്രഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഒരുപാട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഏജ് റിഗ്രഷൻ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരാളിനെ ട്രാൻസിൽ എത്തിച്ചതിന് ശേഷം, അതാണല്ലോ ഹിപ്നോതെറാപ്പി. അയാൾ കണ്ണടച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ കിടക്കുന്ന ഇതിന് ശേഷം ഇയാളുടെ ഉദാഹരണത്തിന് ഒരാളിന് ഒരു അൺനോൺ പെയിൻ ഉണ്ടെന്നൊക്കെയാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് അയാൾക്ക് എന്താ പറയുക, അയാൾക്ക് പട്ടിയെ പേടിയാണ്, ഫോർ എക്സാമ്പിൾ, ഫോബിയാണ്. അപ്പോൾ എങ്ങനെ ഇത് വന്നു എന്ന് അയാൾക്കും അറിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി ഏകദേശം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അയാൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. വഴിയിൽ പട്ടിയെ ദൂരെ വെച്ച് കണ്ടാൽ തന്നെ പുള്ളി സൈക്കിൾ ഇട്ടിട്ട് ഓടിക്കളായി. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഇത് മാത്രമല്ല, അങ്ങനെ പല പേടിയും ആവർത്തിച്ചു. ഇത് എന്താണ് എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഭയത്തിന്റെ ഉത്ഭവം. അപ്പം നമ്മൾ ഇയാളെ പറയടാ, നിനക്കൊരു മനസ്സുണ്ട്, മനസ്സ് പവർഫുള്ളാണ്, ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അവിടെ കൊണ്ട് എത്തിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ അയാൾക്ക് 15 വയസ്സാണ്. നിങ്ങളുടെ മനസ്സ് കാലം കൊണ്ടും പ്രായം കൊണ്ടും സമയം കൊണ്ടും പിന്നിലേക്ക് സഞ്ചരിക്കുന്നു. കാലം കൊണ്ടും പ്രായം കൊണ്ടും സമയം കൊണ്ടും ആ അവസ്ഥയിലേക്ക് കൊടുത്താൽ മനസ്സ് പിന്നിലേക്ക് മൂവ് ചെയ്യും. 14, 13 നിനക്ക് ജീവിതത്തിൽ ആദ്യമായി പട്ടിയെ പേടി വന്ന നിമിഷത്തിലേക്ക് എത്താൻ നിന്റെ മനസ്സിനത് കണ്ടുപിടിക്കാൻ വ്യക്തമായി കഴിയും. അപ്പം അങ്ങനെ പോയപ്പോൾ അവന് 7 വയസ്സിൽ
അയാൾ ഒരു ഗ്രൗണ്ടിലൂടെ നടന്നു പോയപ്പോൾ അയാളുടെ 2 പട്ടികൾ ഇയാളെ ഓടിച്ച് കടിക്കുന്നുണ്ട്. ഇതാണ് പുള്ളിയുടെ പ്രശ്നം. മെമ്മറി അവിടെ എത്തിച്ചപ്പോൾ മെമ്മറി അവിടെ എത്തിച്ചപ്പോൾ പറയുക. അപ്പം നമ്മളതിനെ ആ സമയത്ത് ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ വലത് കൈയിലെ പെരുവിരൽ ഉയരാൻ ആരംഭിക്കും. നമുക്കത് അറിയാൻ പറ്റും. ഓട്ടോ സയന്റിഫിക് അറിയാൻ പറ്റും. അത് നമ്മൾ ഓട്ടോ നമുക്ക് കാണാൻ പറ്റുമല്ലോ. മോട്ടോർ ന്യൂറോൺ റെസ്പോൺസ് ആണ്, അത് വരും. അപ്പോഴിത് അപ്പോൾ ഓക്കെ, ഇത് നിനക്ക് ഇത്രയും താങ്ങാൻ പറ്റും, ഇത്രയേ ഉള്ളൂ, അതിനപ്പുറമൊന്നുമില്ല, യു ആർ ഏബിൾ ടു കൺട്രോൾ ഇറ്റ് എന്നുള്ള കണ്ടീഷൻ ഇതിനെ പതുക്കെ താഴ്ത്തി കൊണ്ടുവരുമ്പോൾ അത് ഏകദേശം നമുക്ക് കാര്യം പിടികിട്ടി. അന്ന് അവിടെ അങ്ങ് നിർത്തും. സെക്കൻഡ് ദിവസം വരുമ്പോൾ നമ്മൾ അതേ പട്ടിയെ അവിടെ വെച്ച് കാണാൻ പറയാൻ കാണുമ്പോൾ ഇയാളെ കയ്യിൽ വളരെ ശക്തമായൊരു ഇരുമ്പ് വടിയുണ്ട്. അയാൾ ധൈര്യപൂർവ്വം ഈ പട്ടിയെ സങ്കല്പിക്കാൻ പറയും. അടിക്കുന്നു, ഹിറ്റ്, അയാൾ കൈ അനക്കും. അടി കൊടുത്തു വരുമ്പോൾ പട്ടി നിലവിളിച്ചുകൊണ്ട് ഓടുന്നതിന് അയാൾ പൂർണ്ണമായി നമ്മൾ വിഷ്വലൈസ് ചെയ്യിപ്പിച്ചാൽ അയാളുടെ പേടി എന്നുള്ള സാധനം മാറും. പക്ഷെ എൻ്റെ ഈ ക്ലയന്റിന് പറ്റിയത് വലിയൊരു അതിശയമായിരുന്നു. കാരണം പുള്ളി 1-2 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ പട്ടി തല്ലി കൊന്നു. അതൊരു പ്രശ്നമായി മാറി. കാരണം അത്രത്തോളം ഇത് പവർഫുൾ ആണ്, വർക്ക് ചെയ്യും. അതൊരു ഇമാജിനേറ്റീവ്, അത് ആക്റ്റീവാണ്. പേടി എന്നൊക്കെ പറയുന്നത് മനസ്സിന്റെ ഒരു ഫീലിങ്സ് ആണ്. ആ ഫീലിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. താങ്കളുടെ ഉത്തരങ്ങൾ വളരെയധികം ലളിതമായിരുന്നു. ആ സംശയങ്ങൾ നമുക്കും പ്രേക്ഷകർക്കും ഒരുപോലെ ദൂരീകരിക്കപ്പെട്ടു. മറ്റൊരു ചോദ്യം, എന്താണ് അൺനോൺ പെയിൻ? അൺനോൺ പെയിൻ എന്താണ്? അതെങ്ങനെ മാറ്റാം? എന്നെ സംബന്ധിച്ച് താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. എനിക്ക് എപ്പോഴും എക്സാമ്പിൾസ് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഒരു 10 വർഷം മുമ്പ്, എനിക്ക് 2014 ഞാൻ നല്ലോണം ഓർക്കുന്നുണ്ട്. ഒരു മിലിറ്ററിയിൽ ഒരു ക്യാപ്റ്റൻ പോലെയുള്ള ഒരു പദവിയിലുള്ള ഒരാളിൻ്റെ മകൻ 1 വർഷമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. നല്ലോണം ശ്രദ്ധിക്കുക എന്താണ്. അപ്പോൾ ഇയാൾ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ എവിടെയൊക്കെയാണോ സൗകര്യമുള്ള, മിലിറ്ററിയിലാണല്ലോ, എല്ലാം പോയിട്ട് പുള്ളിയുടെ പെയിൻ എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ കിടന്ന് ഉരുളും. അതിന് എന്താണ്, വേറെ എന്തെങ്കിലും പ്രശ്നമാണോ, അയാൾക്കിനി ക്യാൻസർ ആണോ, തലയോട്ടികൾ, അപ്പം ഇങ്ങനെ ഫാമിലിയിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. സ്കൂളിൽ പോകുന്നില്ലല്ലോ. അപ്പം എല്ലാ ചികിത്സയും കഴിഞ്ഞപ്പോൾ അത് നെറ്റിൽ എന്നെ കണ്ടിട്ടായിരിക്കും പുള്ളിക്കാരൻ അതെങ്ങനെ എനിക്ക് എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങളൊന്നുമില്ല, മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് പുള്ളിക്ക് ബ്രെയിനകത്ത് യാതൊരു കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ സൈക്കോളജിക്കലാണല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൾമോസ്റ്റ് ഓൾ ഡിസീസസ് ആർ സൈക്കോസൊമാറ്റിക്. മനസ്സിൽ വന്നിട്ട് ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഒരു വലിയ സൈക്കോസൊമാറ്റിക് മീൻസ്, സൈക്കോ മീൻസ് മാനസികമായ വിഷമങ്ങൾ സൊമാറ്റിക് ശരീരത്തിലേക്ക് ബാധിക്കും. അത് ഇതിനകത്തതുകൊണ്ട്. അപ്പം ഈ കുട്ടിയെ ഞാൻ പറഞ്ഞു, എടാ മോനെ നീ ഒന്ന് കിടക്ക, നിനക്കൊരു മനസ്സുണ്ട്, ഇതെവിടെയാണ്, നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും, മൈൻഡ് ഈസ് എ ഹീലർ. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് അയാൾ കിടന്നു. ഞാൻ ഇങ്ങനെ ട്രാൻസ്ഫർ കൊണ്ട് അയാൾ ഒരു 20 പടികളിലൂടെ ഇറക്കി ഒരു വലിയ മനോഹരമായ ഒരു പൂന്തോട്ടത്തിലെ കട്ടിലിൽ കടത്തി ഉറക്കി. എല്ലാം ഇമാജിനേഷനാണ്. ഉറക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ മൈൻഡ് നിന്നെ വിട്ട് ട്രാവൽ ചെയ്യാണ്, യുവർ മൈൻഡ് സ്റ്റാർട്ട്സ് ട്രാവൽ. ടൈം എടുക്കുക, ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പറയാം. അപ്പോൾ അവൻ്റെ മനസ്സിങ്ങനെ, അവൻ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നു, അവൻ്റെ മനസ്സിങ്ങനെ വിശാലമായ ആ പുൽത്തടിയിലെ പുറത്തുകൂടെ പറന്ന് പോകുന്നത് വേ ഈ മൈൻഡ് ഒരു സ്പേസ് ഷട്ടിൽ കാണുന്നു. മൈൻഡ് അതിനകത്ത് കയറുന്നു. അതിനകത്ത് ലോകത്തിലെ ഏത് പെയിനിനും ചികിത്സിക്കാൻ കഴിവുള്ള 5 നൊബേൽ പ്രൈസ് കിട്ടിയ ഒരു ഡോക്ടർ ഇരിക്കുക. അപ്പോൾ സ്പേസ് ഷട്ടിലിനകത്ത് പുള്ളി കയറി ഡോക്ടറായിട്ട് എന്തോന്നാ, എനിക്ക് ഭയങ്കര തലവേദനയാണ്, എനിക്ക് ഐ വാണ്ട് ട്രീറ്റ്, ആരോ പറഞ്ഞനുസരിച്ച് ഞാൻ വന്നതാണ്, മൈൻഡ് തന്നെ പറയണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് കുഴപ്പമില്ല, നിന്റെ ബ്രെയിനിൻ്റെ ഭാഗം കാണിച്ചു തന്നാൽ ഞാൻ അവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മാറുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അവൻ ചോദിച്ചാൽ അതെങ്ങനെ കൊടുക്കും, അത് കുഴപ്പമില്ല, ഈ സ്പേസ് ഷട്ടിന് വലുതാവാനും ചെറുതാവാനും പറ്റും. അപ്പോൾ പുള്ളി അതിനകത്ത് ഇരിക്കുക തന്നെ, മോനെ ഈ കൊച്ചു 15 വയസ്സുള്ള കുട്ടി ഇരിക്കുക തന്നെ സ്പേസ് ഷട്ടിൽ സാവധാനം ഉയർന്ന് പൊങ്ങി ചെറുതായി മൈന്യൂട്ടായി ആർക്കും കാണാൻ വയ്യ. അതിൻ്റെ ആ കിടന്നുറങ്ങുന്ന കുട്ടിയുടെ ശരീരത്തിലെ മൂക്കിലൂടെ അകത്ത് കയറി അവൻ്റെ ബ്രെയിനിൽ, എവിടെയാണ് നിന്റെ പെയിൻ എന്ന് ഡോക്ടർ അവൻ പറഞ്ഞ് അതവിടെ ലാൻഡ് ചെയ്യാണ്. ബ്രെയിനിനകത്ത് ഇതെല്ലാം ഇമാജിനേഷനാണ്, നമ്മൾ അത് എത്തും. അപ്പോൾ നീ സന്തോഷിച്ചോ, ഞാനിതായി ഐ ഹാവ് 3 മെഡിസിൻസ് ഇൻ മൈ വിത്ത് മീ. ഇതെടുത്തിട്ട് ഞാനിങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഓരോ ഇഞ്ചക്ഷനിലും നിന്റെ പെയിൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്തു, അതിൻ്റെ കളർ നീല, ഈ കളറൊക്കെ നേരത്തെ ചോദിച്ചു വയ്ക്കണം. അതിങ്ങനെ ഇഞ്ചെക്ട് ചെയ്തു, അപ്പോൾ നല്ല സുഖം. അപ്പോൾ ബ്രെയിൻ തണുത്തു. അപ്പോൾ നമ്മൾ അവൻ്റെ നെറ്റിയിലൊക്കെ തൊട്ടാൽ തണുപ്പ് ഫീൽ ചെയ്യും. അടുത്ത ഇഞ്ചക്ഷൻ നമ്മൾ കളർ മെഡിസിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു വയ്ക്കണം ഇതിനകത്ത് കളർ. അപ്പോൾ അത് 3 കൊടുത്തു കഴിയുമ്പോൾ ഡോക്ടർ ഇപ്പോൾ എങ്ങനെയുണ്ടാവും പറഞ്ഞു, വളരെ സുഖം,
പെർഫെക്റ്റ് ആയി എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ നമുക്ക് തിരിച്ചു പോകും. അപ്പോൾ ഉടൻ തന്നെ ഈ സ്പേസ് ഷട്ടിൽ കയറി അത് വീണ്ടും മൂക്കിലൂടെ പറന്ന് താഴെ വന്ന് വലുതായി നേരത്തെ കണ്ടെടുത്ത് ലാൻഡ് ചെയ്തു. അപ്പോൾ ഡോക്ടറെ കെട്ടിപ്പിടിച്ചു, താങ്ക് യു അങ്കിൾ എന്നാണ് വിളിച്ചത്. താങ്ക് യു അങ്കിൾ, വളരെ സുഖമുണ്ട്, എനിക്ക് ബ്രെയിനൊക്കെ നല്ല സുഖമായി. ഡോക്ടർ ഇന്ന് പൊയ്ക്കോളൂ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ സ്പേസ് ഷട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങി ഡോക്ടർ പറന്ന് ദൂരെ പോയി. അവൻ ഇങ്ങനെ പറന്ന് തിരിച്ചു വന്ന് അവൻ്റെ അവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ റെഡി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ രണ്ടും ഒന്നായി ചേരുമെന്ന് പറഞ്ഞു. റെഡി കൊണ്ടുവരും ഒന്നായി. കുറേ സമയം അങ്ങനെ കിടത്തിക്കുമ്പോൾ അപ്പം ഞാൻ ചോദിക്കും, ഹൗ ഡു യു ഫീൽ നൗ? സർ, ഐ ഹാവ് എ ന്യൂ ബ്രെയിൻ, കംഫർട്ടബിൾ. അപ്പോൾ സ്ലോലി നമ്മൾ അയാളെ ട്രാൻസ് ചെയ്ത് ഉണർത്തി കൊണ്ടുവരുമ്പോൾ ആ കുട്ടിക്ക് ഒരു സെഷനെ കൊടുക്കേണ്ടി വന്നുള്ളൂ. എനിക്ക് അത്രയും ഫലപ്രദമായി പിന്നീട് എനിക്ക് സെഷൻസ് കിട്ടി. അങ്ങനെ ഒരു ക്ലയൻറ്റ് വന്നാലല്ലേ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതാണ് ഈ അൺനോൺ എനിക്ക് നമുക്കൊരിക്കലും ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മ, പിന്നെ ദേവരൻ ഡൽഹി, അവിടുത്തെ അമ്മ എന്നെ കാണാൻ വന്നിരുന്നു. എനിക്ക് അവർ തന്ന അവിടുത്തെ എനിക്ക് എന്തൊക്കെ ചില സ്വീറ്റ്സാണ്, ബണ്ടിൽ ഓഫ് സ്വീറ്റ്സ്. അത് ഈവൻ ആവും എനിക്ക് നമുക്ക് കിട്ടുന്ന പ്രതിഫലമല്ലല്ലോ അവർക്ക്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഹിപ്നോതെറാപ്പി ഒരു അൺകൺവെൻഷണൽ ഹീലിംഗ് ആണ്, പവർഫുള്ളാണ്, മെഡിസിൻ വേണ്ട, വർക്ക് ചെയ്യുമെങ്കിൽ ഏറ്റവും. പക്ഷെ അവനൊരു ശക്തമായ മനസ്സുണ്ടായിരിക്കണം. ഇത് ആവറേജ് ഇൻ്റലിജൻസ് ശക്തമായ മനസ്സില്ലാത്ത ആർക്കും ഇത് ചെയ്യാനൊന്നും നോർമൽ പേഴ്സൺസിനെ പറ്റുള്ളൂ. എന്തെങ്കിലും സൈക്കാട്രിക് ഇഷ്യൂ ഉള്ള ആളുകൾ ഇത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, എനിക്ക് തോന്നുന്ന ഉത്തരം ക്ലിയർ ആയി. വളരെ തൃപ്തികരമായിരുന്നു, നമുക്കത് മനസ്സിലാവുകയും ചെയ്തു. യെസ്, കാരണം നമ്മുടെ ഓരോ ചോദ്യങ്ങളും സാധാരണ പ്രേക്ഷകരെ കൂടെ മുൻനിർത്തി, നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരുണ്ട്, ഹൈലി ഇന്റലക്ച്വൽസ് ഉണ്ട്, സാധാ പ്രേക്ഷകരുണ്ട്. കാര്യം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ്സൊക്കെ 29K മുകളിലേക്കാണ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സാറിനോട് ചോദിച്ച പല ചോദ്യങ്ങളും ജോർജ് മാത്യു സാറോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ്, നമ്മുടെ പാസ്റ്റ് ലൈഫായിട്ട് ബന്ധപ്പെട്ട മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്. അപ്പോൾ അതേപോലെ അതുപോലുള്ള എപ്പിസോഡുകൾ ഇനിയും വേണം എന്ന പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നമ്മൾ വീണ്ടും വീണ്ടും സാറിനെ പോലുള്ള മഹത് വ്യക്തിത്വങ്ങളെ കൊണ്ടുവരുന്നത്. ഇനി അടുത്ത ചോദ്യം, സാറിന്റെ ഹിപ്നോട്ടിക് തെറാപ്പികളുടെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യുന്ന സമയത്ത് സാറ് ഭയപ്പെട്ടു പോയ ഏതെങ്കിലും സംഭവം ഒന്ന് ഓർത്ത് പറയാമോ? അല്ല, അത് ചില സമയത്ത് ഞാൻ പറയല്ലേ, മനസ്സ് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഞാൻ മിക്കവാറും ഈ ഏജ് ഇങ്ങനെ നമ്മുടെ റിഗ്രസ് ചെയ്യുമ്പോൾ ഈ ക്ലയൻറ്റിനെ സംസാരിക്കാൻ വിടാറില്ല. സംസാരിച്ച് കഴിയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയുന്നത്, അപ്പം അങ്ങനെ നമ്മളില്ലാതെ തന്നെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന എൻ്റെ രീതി. ഒരു ദിവസം തമിഴ്നാട്ടിൽ പഠിക്കുന്ന ഒരു നഴ്സിംഗ് പഠിക്കുന്ന കുട്ടി അവിടെ വെച്ചിട്ട്, ഈ തമിഴ്നാട്ടിൽ വെച്ചിട്ട് രാത്രി ഒരു ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോൾ ഒരു പ്രേതത്തിനെ കണ്ട് വല്ലാതെ ഭയന്ന്, അത് അങ്ങ് സൈക്കാട്രിക്കായോ എനിക്കറിയില്ല, അത് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് ശരിയായില്ല. അപ്പോഴും ഞാനത് ആദ്യം പറഞ്ഞു, നിങ്ങളൊരു വേറൊരു ഡോക്ടറോട് കാണുമെന്നൊക്കെ പറഞ്ഞു. അല്ല സാറൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ കുട്ടിക്ക് ഇത് കൊടുത്തു. പുള്ളി ഇങ്ങനെ ഹിപ്നോസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക തന്നെ പുള്ളി പെട്ടെന്നൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അങ്ങ് ഡിവൈഡ് ചെയ്തു. ഞാൻ മറ്റേ ആളാണെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിയുടെ കൈയൊക്കെ ഇങ്ങനെ കൂടുതൽ അതൊരു എല്ലില്ലാത്ത പോലെ തിരിയുന്നുണ്ട്. കൈ അത് തന്നെ ആരോ പിടിച്ച് തിരിക്കുകയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും സാറിന് ഭയം ഉണ്ടായോ? സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ, നമ്മളിതൊക്കെ തിയറിയിൽ പഠിച്ചിട്ടില്ല. നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാനിപ്പോൾ കാലിഫോർണിയ ഹിപ്നോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിലബസ് ഫോളോ ചെയ്യുന്ന ആളാണ്, അവിടുത്തെ ട്രെയിനിങ് കിട്ടിയ ആളാണ്. പക്ഷെ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞു തരാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാനതിനെ ഒരുവിധം എൻ്റെ ഒരു വൈഫിൻ്റെയും കൂടെ ഒരു സഹായത്തോടുകൂടെയാണ് ഒരുവിധം അത്. എനിക്ക് പിന്നെ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ഏകദേശം ശരിയാക്കി എടുത്തിട്ട് കൈ അല്ല അത് കാണിക്കാൻ പറ്റൂല. കൈ ഇങ്ങനെ തിരിഞ്ഞു, ഈ ഷോൾഡർ ഇല്ലാത്തവരെ നമുക്ക് തോന്നും. അത് അതിനേക്കാൾ ഇത്തിരി കൂടെ കടുപ്പം അലറി വിളിക്കുകയൊക്കെ ഏകദേശം അതേപോലെ. ഇത് തലയല്ല, കൈ തലയല്ല, കൈ. അപ്പൊ പക്ഷെ അതേസമയം ഞാൻ വല്ലാതെ ഭയന്നു തന്നെ പറയാം, കാരണം ഇത് തിരിച്ച് നോർമലൈസ് ചെയ്യണമല്ലോ. പക്ഷെ അതൊക്കെ ഒരു ഇതൊക്കെ ശരിയാണ്. ഹോണ്ടഡ് ആയിരുന്നു. അപ്പൊ പുള്ളി ഇത് അൺനോൺ ഫിയർ ഇതാണല്ലോ, അറിയില്ല. പക്ഷെ ആ കുട്ടി ഇതിനിടയ്ക്ക് തന്നെ ഇത് 2 വർഷത്തോളം ആയി. പിന്നെ ആ കുട്ടിക്ക് ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് വേണം. എല്ലാം കൂടെ ഹിപ്നോതെറാപ്പി വർക്ക്, അതൊക്കെ വെറും പൊള്ളത്തരങ്ങളാണ്. പക്ഷെ അത് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സൈക്കാട്രിസ്റ്റിനെ എനിക്ക് 1-2 നല്ല സുഹൃത്തുക്കളുണ്ട്, അവരെന്നെ നോക്കിയിട്ട് ആ കുട്ടിക്ക് എങ്ങനെ ചില പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉണ്ട്, അവർക്ക് നമുക്ക് മെഡിസിൻ. പക്ഷെ ആ കുട്ടി ഓക്കെ ആയി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ചിലത് കൃത്യമായി, ഒരു പക്ഷേ അത് എൻ്റെ ലിമിറ്റേഷൻ ആയിരിക്കാം, അങ്ങനെ അതിനകത്തുണ്ട്. ഓക്കെ, ശരി സാർ.
ഈ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി നമ്മൾ പറയുമല്ലോ, ഉം. അത് ഉണ്ടോ എന്നാണ് സാറിന്റെ ഒരു അഭിപ്രായം? ഞാൻ പറയട്ടെ, ഇതൊന്നും സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ കണ്ട എനർജി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ പെൺകുട്ടിയുടെ ശരിക്കും അനുഭവം കേട്ടിടത്തോളം നെഗറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് എനർജി ഉണ്ട്, നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള എനർജിയുടെ അടുത്ത് നമ്മൾ പോയി പോകാതെ ചാടാതിരിക്കുക. അപ്പൊ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. അപ്പൊ സാറിന് പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് എന്നെ പോലൊരു പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള. അപ്പൊ ഇത് കംപ്ലീറ്റ് നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. അത് ഹെഡേക്ക് അല്ലാതിനുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് ഉണ്ടാവണം. പക്ഷെ അത് എന്താണ്, എല്ലാ എനർജിയും ഒരുപോലെയാണോ, ഏതാണ് ഡേഞ്ചർ അല്ലാത്തത് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ശരി. സാധ്യത ഒന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ശരി. യെസ്. വീജ ബോർഡിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? ഒരുപാട് അതൊരു പക്ഷെ അത് കളിച്ചിട്ട് ഒരുപാട് പേര് അപകടത്തിൽ ചാടുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ഇത് കളിച്ച് ഇത് അത് ഇങ്ങനെ ഈ വെളിയിൽ നിന്ന് ആത്മാവ് വരുമെന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ അത് രാത്രിയൊക്കെ ഇരുന്ന് കളിക്കുകയും ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവുകയൊക്കെ ചെയ്ത് യഥാർത്ഥത്തിൽ നമ്മുടെ പല ഗസ്റ്റുകളോടും ഈ മേഖലയിലേക്ക് ചോദിച്ച അതേ ചോദ്യം സാറിനോട് ആവർത്തിക്കുകയാണ്. ആ. യഥാർത്ഥത്തിൽ അത് സബ് കോൺഷ്യസ് മൈൻഡാണോ അവിടെ മൂവ് ചെയ്യുന്നത്, അതോ എന്തെങ്കിലും എനർജി അവിടെ വരികയാണ്? ഇത് സബ് കോൺഷ്യസ് മൈൻഡ് മൂവ് ചെയ്യുന്നതായിരിക്കാനാണ് വഴി. പക്ഷെ അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ്. നമ്മൾ എന്തിന് കോൺഷ്യസ് ആയിട്ട് വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. ആ സമയത്ത് ഒരു പാട്ട് കേട്ടൂടെ? നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് നമ്മുടെ മനസ്സതിനെ ഗാഠമായി വിശ്വസിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹെലികോപ്റ്ററിൽ പോയി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ അവന്റെ അസുഖം മാറിയില്ലേ? അതെങ്ങനെയാണ്? അത് ഇമോഷണലി നമ്മൾ ഹീൽ ചെയ്തതാണ്. അതേപോലെ ഇത് വേറെ പ്രശ്നം ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ്. കാരണം കുട്ടികളാണല്ലോ ഇതൊക്കെ ചെയ്യുക. പിന്നെ മാനസികമായി നല്ല ഹെൽത്തിയുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്യാറുമില്ല, അല്ലേ? ശരിയല്ലേ? സാറിന് അറിയാലോ, സാർ എത്ര വർഷം പഠിപ്പിച്ച ആളാണ്. അങ്ങനെയാണ്. ഓക്കെ. പാനിക് അറ്റാക്ക് അത് എന്ത് കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് ശരിക്ക് സംഭവിക്കുന്നതായിട്ട് പലർക്കും കേട്ടിട്ടുണ്ട്, അതെങ്ങനെ മാറ്റാം? സാറേ, ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്, ഇപ്പം സാറിന് ഇപ്പോൾ എത്ര വയസ്സായി? മേ ബി യുവർ 20 എന്ന് വിചാരിക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ അടുത്തുനിന്നൊരു ക്ലയന്റ്, പുള്ളിക്കാരത്തി 22 വയസ്സായി, പഠിക്കാൻ ഭയങ്കര മിടുക്കിയാണ്. പക്ഷെ ചില സമയത്ത് യാതൊരു കാരണമില്ലാതെ അതിഭയങ്കരമായി ഹൃദയം ഇടിക്കും, സ്വെറ്റിംഗ് ഉണ്ടാവും, ശ്വാസമല്ലാതെ ബുദ്ധിമുട്ടും, ചിലപ്പോൾ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്കിന് സിമിലർ ആയിട്ട് ഈ കുട്ടി വേർക്കാനും ബഹളം ഭയങ്കര ഒരു 10-20 മിനിറ്റ് അത് അലറി വിളിച്ച് പ്രശ്നം ഉണ്ടാക്കും. ഇത്തരത്തിൽ യാതൊരു റീസണുമില്ലാതെ വരുന്ന സൈക്കോളജിക്കൽ അറ്റാക്കിനാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അത് വരാൻ കാരണം കൊച്ചിലെ ഉണ്ടായ ഒരു ട്രോമാറ്റിക് ഇവന്റ് ആവാം, പ്രഷർ ആവാം, മെന്റൽ ട്രോമ തിരിച്ചു വരാം. ചില ആളുകൾക്ക് ഈ വല്ലാതെ സ്ട്രെസ് വരുമ്പോൾ ബ്രെയിൻ ഇതുമായിട്ട് അതിനെ ഒരു ബ്രെയിൻ എടുക്കുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആവാം. ഇങ്ങനെയെല്ലാം കൂടെ വരുന്നൊരു കാര്യമാണ് പാനിക് അറ്റാക്ക്. ഇത് ഒരു കുട്ടി ഞാൻ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അപ്പം എൻ്റെ അടുത്ത് നിന്നൊരു പാനിക് അറ്റാക്ക്, ഈ പറഞ്ഞ കുട്ടി 22 വയസ്സ്, പുള്ളിക്ക് പാനിക് അറ്റാക്ക് വന്നു. പുള്ളി ഇവിടെ ട്രിവാൻഡ്രത്തൊരു ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്ത് അവിടെ വെച്ച് ഇത് വന്നു. അപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഇങ്ങനെ സുരേഷ് സാറിനൊന്ന് കണ്ടേക്കാം. അത് എൻ്റെ അടുത്ത് വന്നത് രാത്രി ഒരു 11 മണിക്കാണ്. ഞാൻ പക്ഷേ എനിക്കിതൊക്കെ നമുക്കൊരു ചലഞ്ചാണല്ലോ. ഞാനിങ്ങനെ കിടക്കാൻ പറഞ്ഞു. പുള്ളി നല്ല റിലാക്സ് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ, ഇത് ആദ്യമായിട്ട് ഈ പാനിക് അറ്റാക്ക് ഒന്ന് സമയം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു. അത് ഏജ് റിഗ്രഷൻ ബാക്കിലേക്ക് പോയി ആ കുട്ടിയെ ഒരാൾ ഉപദ്രവിക്കുന്ന ഒരു രംഗത്തിലേക്കാണ് ആ കുട്ടി എത്തുന്നത് ഫിസിക്കലി. അപ്പോൾ അതൊരു വലിയ ആളായതുകൊണ്ട് ഈ കുട്ടിക്ക് ഇതിന് അപ്പോൾ അത് കാണുമ്പോൾ വീണ്ടും പാനിക് അറ്റാക്ക് അവിടെ വെച്ച് വരും, നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മൾ ഇതെല്ലാം ഇങ്ങനെയാണെന്ന് ഈ കേസ്. അപ്പോൾ ഈ കുട്ടി, ഞാൻ ഇത് എങ്ങനെ നീ ഒരു രൂപം കൊടുക്കുക അതിന്, അതെന്താണ് നിനക്ക് ഇത് പണ്ട് കഴിഞ്ഞ സംഭവം, ഒരു രൂപം കൊടുക്കുക. അവൾ പറഞ്ഞ്, എന്നെ ഒരു വലിയ പൊട്ടിക്കാൻ വയ്യാത്ത ശക്തിയുള്ള വലിയ ചെലന്തി വലക്കകത്താണ് ഞാൻ, അതാണ് ഞാനിങ്ങനെ ബുദ്ധിമുട്ട്. അപ്പോൾ അവൾ ചെലന്തി വല ഇങ്ങനെ വരുമ്പോൾ അവൾ ഹൃദയ ചെലന്തി ഇതിങ്ങനെ ഇറുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, എൻ്റെ ഒരു കട്ടറുണ്ട്, അത് ഏത് ചെലന്തി വല സിമ്പിളായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ ശരി ഇനിയിപ്പോൾ അത് അമ്മയും കൂടെ അടുത്തിരിക്കുക, കട്ട് ചെയ്ത് എല്ലാം ചെലന്തി വല, ഇതെല്ലാം ഇമാജിനേഷനാണ്. എടുത്ത് കളയുമ്പോൾ പാനിക് അറ്റാക്ക് ഇല്ല. കറക്റ്റ്. പാനിക് അറ്റാക്ക് ഇങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ പാനിക് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നോർമൽ ആയിക്കുള്ളൂ. ഇത് അൺനോൺ, പക്ഷേ ഇത് ഒരിക്കൽ വന്നാൽ അത് വീണ്ടും വരാനുള്ള സാധ്യത
പാനിക് അറ്റാക്ക് അങ്ങനെ വരെ. ഈ പാനിക് അറ്റാക്ക് ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ എക്സ്ട്രീം ഡിപ്രഷൻ കൊണ്ടും ഒരു പക്ഷേ ഇപ്പം മെനിയാന്ന് വന്ന എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി, അവന് 16 വയസ്സുണ്ട്, +1. അപ്പോൾ അവന് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം വല്ലാത്ത റിലേഷൻഷിപ്പാണല്ലോ, ഒരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പുണ്ട്. അവളുടെ അടുത്തൊരു അത്ര ശരിയല്ലാത്തൊരു ഫോട്ടോ ചോദിച്ചു. അവളെ ശരിയല്ലാത്ത ഫോട്ടോ അവന് കൊടുത്തു. അവൻ 1-2 ഫ്രണ്ട്സിനകത്ത് ഫോർവേഡ് ചെയ്തു. സംഗതി വലിയ പ്രശ്നമായി. അവിടെ വെച്ച് അവൻ താഴെ വീണു. കാരണം ഇത് ടീച്ചേഴ്സ് പഠിക്കുന്ന സമയം, അച്ഛനറിഞ്ഞ സമയം, അച്ഛനറിഞ്ഞ സമയം അവന് വന്നു. അതിനുശേഷം അവനിത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അത് എക്സ്ട്രീം ഡിപ്രഷനിലേക്ക് പോയി. അതിന് ഞാനീ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പോരാ, കാരണം അതും കഴിഞ്ഞു പോയി. കുട്ടി ആയതുകൊണ്ടാണ് അവന് ചില കൂടെയുള്ള ചില ബോയ്സ്, അവനേക്കാൾ ഏജ് കൂടിയ ബോയ്സ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മക്കൾ വളർത്തുമ്പോൾ ഒരു കുട്ടിയുടെ പ്രായം 16 ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രായം 16 ആവും. അത് 20 ആയി കഴിഞ്ഞാൽ അവന്മാരിതിനെ യൂട്ടിലൈസ് ചെയ്യും. ഇത് പ്രണയിക്കുന്ന പെൺകുട്ടികൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കാരണം പലപ്പോഴും കാണുന്നത് കുട്ടിക്ക് 16 വയസ്സ്, അയാൾക്ക് 26 വയസ്സ്. ഫിസിക്കൽ അബ്യൂസുള്ള സാധ്യത 100% ആണ് അവിടെ. അങ്ങനെ ഇങ്ങനെ വരാം. അതാണ് പാനിക് അറ്റാക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൊബൈൽ അഡിക്ഷൻ ഇപ്പോൾ ശരിക്ക് സോഷ്യൽ മീഡിയ ഡീടോക്സിഫിക്കേഷൻ എന്ന കോൺസെപ്റ്റ് തന്നെ ഈയിടെ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരിടത്ത്. ചില ദിവസങ്ങൾ തന്നെ നമ്മൾ മൊബൈൽ മാറ്റി വെച്ചുകൊണ്ട് ഒരു ദിവസം പ്രകൃതിയിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ ഫോറസ്റ്റിലേക്ക് ഒരു വാക്ക് നടത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ വായിച്ചിട്ടുണ്ട് പറ്റും. അപ്പോൾ അതനുസരിച്ച് ഈ മൊബൈൽ അഡിക്ഷനെ കുറയ്ക്കാനായിട്ട് നമുക്ക് മൊബൈൽ മാറ്റി വയ്ക്കാൻ അസാധ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പോൾ നമ്മുടെ ഷൂട്ട് പോലും ഡിവൈസസ് വെച്ചാൽ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിലും മൊബൈൽ അഡിക്ഷൻ മാറ്റാനായിട്ട് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റ് എന്ന നിലയ്ക്ക് സാറിന് സാറേ, ഇത് ഞാൻ 2 മിനിറ്റ് എടുത്ത് പറയാം. അതായത് എൻ്റെ അടുത്ത് വരുന്ന ഏറ്റവും സീരിയസ് ആയ പ്രോബ്ലം മൊബൈൽ അഡിക്ഷനാണ്. കാരണം അടുത്ത കാലത്ത് നിന്നൊരു ഉന്നതനായ ഒരു പോലീസ് ഓഫീസറുടെ മകൻ 3 മാസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. ഇറ്റ്സ് എ വെരി സീനിയർ, ഒരു ഹയർ ലെവലിലുള്ള ഓഫീസ്. 3 മാസം സ്കൂളിൽ പോയിട്ടില്ല. വീട്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്ക്. തീർച്ചയായിട്ടും നല്ല ഫാമിലിയാണ്. അപ്പൊ ഇവൻ അകത്ത് മുറി അടച്ചിട്ടിരിക്കുകയാണ്. ഇത് തുറന്നാലല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ചോദിച്ചാൽ അതിഭയങ്കരമായി ദേഷ്യം വരും, പൊട്ടിത്തെറിക്കും. സാർ ഞാൻ ഡീൽ ചെയ്തിട്ട്. അപ്പൊ ഇതാണ് ആ ഇഷ്യൂ. അപ്പൊ ഇത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഇത് ഇങ്ങനെ പറയാം, എനിക്കൊരു തലച്ചോറ്, ഈ സ്ഥലം, ഇത് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്നൊക്കെയാ. ഇത് ഫങ്ഷൻ ചെയ്യാൻ നമുക്ക് ഹാപ്പിനെസ് വേണം, ഡോപ്പാമിൻ വേണം. അതൊരു 30 യൂണിറ്റ് വേണമെന്ന് വയ്ക്കുക. മനസ്സിലാവാൻ പറയുന്ന യൂണിറ്റാണ്, സയന്റിഫിക് ആയിട്ട് എടുക്കണ്ട. ഇത് കൂടുതൽ വന്നാൽ അതൊരു റിവാർഡ് സിസ്റ്റമാണ്. ഇത് കംപ്ലീറ്റ് ഇത്രയും ഒരു 30 യൂണിറ്റ്സ് മതി. അത് കൂടുതൽ വന്നാൽ ഇമോഷണൽ ബ്രെയിനിൽ വരും. അത് ഇതിൻ്റെ പുറത്ത് കയറിയിരിക്കും, അതിനെ ഹൈജാക്ക് ചെയ്യും. പിന്നെ യൂഷ്വൽ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ മദ്യപിക്കുന്ന ഒരാളിന് അത് 35 യൂണിറ്റാണ് വരണമെന്ന് വയ്ക്കുക. സപ്പോസ് അത് മൊബൈൽ ഫോൺ അഡിക്ഷൻ വരുമ്പോൾ ഞാൻ പറയുന്നത് അതിന് 45 യൂണിറ്റ് ആയിട്ട് വർദ്ധിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹൈലി അഡിക്റ്റീവ്. ആ കുട്ടിക്ക് പിന്നീട് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എത്ര മണിക്കൂർ മൊബൈൽ ഫോൺ അഡിക്ഷൻ വരുന്നുവോ അത്രയും അവൻ്റെ ടൈം പോകണം, അവൻ്റെ പഠിത്തം താഴേക്ക് പോകും. ഇത് പെട്ടെന്ന് പാരൻസ് ഇങ്ങനെ വാങ്ങിക്കാൻ ശ്രമിച്ചാൽ അത് അതിഭയങ്കരമായൊരു പൊട്ടിത്തെറിയും ഭയങ്കര കലാശിക്കും. ചില പാരൻസ് ഇതിനെ എറിഞ്ഞ് പൊട്ടിക്കും, തീർന്ന്. പിന്നെ അവന് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. അമ്മയെ തല്ലും, അച്ഛനെ തല്ലും. ഇതാണ് എൻ്റെ അടുത്ത് വരുന്ന കേസുകൾ. അപ്പം ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന വളരെ സിമ്പിൾ ടെക്നിക്കാണ്. ഞാൻ അവൻ്റെ അടുത്തേക്ക്, മകൾ എന്തിനാണ് സ്കൂളിൽ പോകണമെന്ന് ചോദിക്കും. സാറ് പറഞ്ഞേ, സാർ എന്തിനാണ് സ്കൂളിൽ പോയത്? അല്ല, സ്കൂളിൽ പോയാൽ സാർ എങ്ങനെ പഠിച്ചെന്ന് ഞാൻ എങ്ങനെ അറിയും? സാറിന് മാർക്ക് കിട്ടണ്ടേ? ഇപ്പൊ സ്കൂളിൽ പോകണം എന്തിനാ? മാക്സിമം മാർക്ക് ആണല്ലോ. അതിനെന്ത് ചെയ്യണം? പഠിക്കണം. പ്രോസസ് റീഡ്, റിസൈറ്റ്, റൈറ്റ്, റിപ്പീറ്റ് എവരി ഡേ അറ്റ് ദ സെയിം ടൈം. റീഡ്, വായിക്കുക 3 times. റിസൈറ്റ്, അതിനെ പ്രധാനപ്പെട്ട പോയി അണ്ടർലൈൻ ആൻഡ് റിസൈറ്റ്. റൈറ്റ്, അതിനെ എഴുതുക, നോക്കി എഴുതുക. ദെൻ റിഹേഴ്സ്, 3rd day 21st day 90 പരീക്ഷ ഫുൾ A+ കിട്ടും. ഇത് കുട്ടി എന്നും ചെയ്യണമല്ലോ. 2 or 3 മണിക്കൂർ ചെയ്യാതെ പറ്റില്ല. ഈ സമയത്താണ് ഇവൻ എന്ത് ചെയ്യുന്നത്? മൊബൈൽ ഫോൺ കാണുന്നത്. അപ്പൊ ഞാൻ പറയും, ഇഫ് യു സ്റ്റഡി മോർ യു വിൽ ഗെറ്റ് മോർ മാർക്സ്. ഫുൾ അല്ല, മാക്സിമം കിട്ടും, അവൻ്റെ മാക്സിമം. അത് കിട്ടിയാൽ യു ക്യാൻ സ്റ്റഡി മോർ. അങ്ങനെ ചെയ്യുമ്പോൾ യു ക്യാൻ ബി റിച്ച്. അപ്പൊ സ്കൂളിൽ പോണത് മാക്സിമം മാർക്ക് കിട്ടാൻ റിച്ച് ആവണമെന്ന് പറഞ്ഞാൽ, റിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അവന് കൺസെപ്റ്റായി മാക്സിമം മാർക്ക് റിച്ച്. അതിനെന്ത് ചെയ്യണം? നീ പഠിക്കണം. ഇനി അതിന് പഠിക്കണമെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ ലോകത്തുണ്ട്. അവ അച്ഛനും അമ്മയും പോയിട്ട് എല്ലാവരും പേരും പറയും.
അതെ അതെ തീർച്ചയായിട്ടും. ഞാൻ പറയും നിന്റെ കൂട്ടുകാരുടെ അമ്മ പേരല്ലേ അച്ഛൻ ആദ്യം അവരാണ് ഏറ്റവും, അത് എന്താണെന്ന് 5 മിനിറ്റ് വിശദീകരിച്ചു കൊടുക്കും. അതോടുകൂടി അവന് അച്ഛനും അമ്മയുടെ പ്രാധാന്യം മനസ്സിലാവും. എങ്കിലേ അവൻ ഇത് മനസ്സിലാക്കും. എന്നിട്ട് അച്ഛനും അമ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റിലേക്ക് അറ്റാച്ച്മെന്റ് അവന് പറഞ്ഞു കൊടുക്കും. എല്ലാം കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ടൈം ടേബിൾ ഫിക്സ് ചെയ്യും. മൊബൈൽ ഫോൺ കാണണം, കാണില്ല എന്നുള്ള കാര്യമില്ല. അതിന് എത്ര സമയം, അതിനകത്ത് ഗെയിം കാണാൻ പാടില്ല, പഠിത്തത്തിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ആവശ്യമില്ലാത്ത ഈ നമുക്കറിയാമല്ലോ കുട്ടികളൊക്കെ ഒരുപാട് ഉടുപ്പില്ലാത്ത സിനിമകളൊക്കെ കാണും, അതൊക്കെ ഒഴിവാക്കാൻ പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഇവനെ ട്രാൻസിൽ കൊണ്ടുവന്നിട്ട് ഈ ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് കൊടുക്കും. വരുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് വരുന്നു, മൊബൈൽ ഫോണിനെ മാറ്റി വയ്ക്കുന്നു, പഠിക്കുന്നു, മൊബൈൽ ഫോണിനെ മാറ്റി, അങ്ങനെ കറക്റ്റ് മാറ്റി വയ്ക്കുന്നു പഠിക്കുന്നു എന്നുള്ള ഉറപ്പ് അമ്മയ്ക്ക് കൊടുക്കാൻ പറയും. എവിടെ? ഹിപ്നോസിസിൽ. അമ്മയെ കാണും, അമ്മയെ കരയും, കെട്ടിപ്പിടിക്കുക, ഇമോഷൻ സ്ട്രോങ് ആവും. അമ്മ അവനെ ബ്ലെസ് ചെയ്യും, അമ്മയുടെ സോറി പറയും, അമ്മ ഇന്നലെ തല്ലി, സോറി, ക്ഷമിക്കണം എന്നൊക്കെ പറയും. അച്ഛനെ കാണാൻ അച്ഛാ സോറി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവൻ ഹി ബി സോറി, ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിനോട് സോറി. എല്ലാം കഴിയുമ്പോൾ അവൻ ഉണരുമ്പോൾ അവൻ ഹാപ്പി ആയിരിക്കും. അടുത്ത ദിവസം അവൻ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒരു 30% കുറഞ്ഞിരിക്കും. 3ൻ്റെ ഒന്നും കൂടെ വരാൻ പറയും. ഈ ദിവസം ഇവന് അഡിക്ഷൻ കുറഞ്ഞ കാര്യം പാരൻസ് റെക്കഗ്നൈസ് ചെയ്ത് അവനെ അപ്രീസിയേറ്റ് ചെയ്തില്ലെങ്കിൽ തിരിച്ച് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു 4 സെഷൻ കൊണ്ട് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഒരു ഏകദേശം ഒരു 90% എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ അഡിക്ഷനെ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാൾ ഈ വഴിയിലൂടെ. വേറെ സാറ് തന്നെ എൻ്റെ അടുത്ത് വിട്ടിട്ടുണ്ട്. അത് വളരെ, പിന്നെ ഈ 7-8 മണിക്കൂറൊക്കെ കാണണമെങ്കിൽ ഇവനെ ഞാൻ പറഞ്ഞില്ലേ ഈ 45,000 യൂണിറ്റ്സ് ഒക്കെ, അത് എൻ്റെ ഒരു കണക്കാണ്, മനസ്സിലായി. ഒരു പെർസെൻ്റ് എന്ന് വെച്ചോ. അത് പിന്നെ സാറേ ചില കേസുകൾ അത് ഈ കഞ്ചാവ് അടിച്ച ഇഫക്റ്റിൽ ഇവനായിപ്പോയി. പിന്നെ നമുക്ക് വലിയ പാടാണ്. അങ്ങനെ സത്യം, അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പം പാരൻസ് ശ്രദ്ധിക്കുക. അവർ നേരത്തെ തന്നെ ഇനി അടുത്ത് അവനെ പിടിച്ച് വാങ്ങിച്ച് കളയില്ല, വലിച്ചെറിയാൻ ശ്രമിക്കല്ലേ. അവൻ ചോദിച്ചാൽ നീ ഇപ്പം എന്താ കണ്ടുകൊണ്ടിരിക്കണം, അമ്മയും കൂടെ കാണണ്ടെന്ന് പറയുമ്പോൾ അമ്മയെ കാണാൻ വയ്യാത്താണെങ്കിൽ അവൻ അപ്പോഴേ ഓഫ് ചെയ്യും. കാണാൻ പറ്റുകയാണെങ്കിൽ മക്കൾ അതിന് എത്ര മിനിറ്റും കൂടെ ഉണ്ട്, അതിനെ അമ്മ ഇനി ഒരു 3 മിനിറ്റും കൂടെ ഇരുന്ന് കാണും, നീ എന്താ കണ്ടത് ചോദിക്കുക, മക്കൾ ഇനി നീങ്ങത്താ, അമ്മയ്ക്കൊരു ഫോൺ വരാനുണ്ട്. പല കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഫോൺ കാണില്ല, അപ്പം കൊടുക്കും. അവൻ അങ്ങനെയൊക്കെ പതുക്കെ സ്നേഹത്തോടല്ലാതെ ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയാം സാറേ, ഇത് അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള വീട്ടിൽ കുട്ടിക്ക് ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടി ഇങ്ങനെയൊന്നും പോവില്ല. ഇത് മിക്കവാറും വീട്ടിൽ അച്ഛൻ വരില്ല. അച്ഛൻ വരുമ്പോൾ രാത്രി 11 മണിയാവും. വന്നാൽ തന്നെ അദ്ദേഹത്തിന് കുട്ടിയോട് സംസാരിക്കാൻ പറ്റിയ ഒരു ഫോണിലേക്കായിരിക്കും. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക്, അപ്പം ഇത് ക്വാളിറ്റി, ആ വാക്ക് സാറ് ക്വാളിറ്റി ടൈം മനസ്സിലായിക്കോളൂ. അമ്മ അച്ഛൻ കുട്ടി ഒരുമിച്ചിരുന്ന് ഈ പഠിത്തം എന്ന് മാത്രം പറയാതെ പഠിക്കാനൊരു 3 മണിക്കൂർ റീഡ്, റിസൈറ്റ്, റൈറ്റ്, റിപ്പീറ്റ് എവരിഡേ. അതിനു മുമ്പേ ഞാനിത് പറയാൻ ഉദ്ദേശിച്ചൊരു വാക്ക്, ഈ കുട്ടി കുറച്ച് മൈൻഡ്ഫുൾ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് പറയാം, കുറച്ചും കൂടെ ഈ പഠിത്തം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വരും. സാർ ഇപ്പോൾ പറഞ്ഞതിൽ വളരെ ക്ലിയർ ആണ്. പക്ഷേ എനിക്കൊരു ചെറിയൊരു സംശയം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ചോദിക്കുകയാണ്. കുട്ടികളിലെ മൊബൈൽ ഫോൺ അഡിക്ഷനെ കുറയ്ക്കാനുള്ള വഴികളും അതിൻ്റെ സാറിൻ്റെ ഒരു ടാക്ടിക്സും സാർ പറഞ്ഞു. പക്ഷേ ഇത് മുതിർന്നവരിൽ എങ്ങനെ പ്രായോഗികമാക്കാം സാറേ? ഇതൊരു ഊരാ കൊടുക്കുന്നൊക്കെ പറയില്ലേ, അതിനേക്കാളും വലിയ കൊടുക്കാണ് ഈ ചോദ്യം. കാരണം ഇപ്പോഴത്തെ ഡിവോഴ്സിന് തന്നെ പല പ്രശ്നങ്ങളും ഭർത്താവ് ഭാര്യയ്ക്ക് സമയം കൊടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് വന്നൊരു ന്യൂലി വെഡഡ് കപ്പിൾ, അയാൾ കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം മുറി വന്നത് രാത്രി 2:30 മണിക്കാണ്. അപ്പുറത്ത് മുറി പോയിരുന്ന് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു തരേണ്ടത്? അപ്പോൾ ഇങ്ങനെയുള്ളവരൊന്നും, ഇത് വേറൊരു തരം അഡിക്ഷനാണ്. അപ്പോൾ അത് ഒരു പരിധിവരെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് നല്ലൊരു രീതിയിൽ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ ഉള്ള വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ എപ്പോഴും നമുക്കറിയില്ല, ചെവിയിൽ തന്നെ ഫിറ്റ് ചെയ്തുകൊണ്ടാണല്ലോ നടപ്പ്. അതൊക്കെ ഒരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ക്ലാസ്സിന്റെ പഠനാർത്ഥം അല്ലെങ്കിൽ പഠിപ്പിക്കാനൊക്കെ നമ്മളിങ്ങനെ ജില്ല വിട്ടുള്ള യാത്രകൾ സാറും പോയിട്ടുണ്ട്. അതെ അതെ, നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും വലിയ കാര്യം എവരിബഡി ഹാസ് ഫോൺ ബട്ട് നോബഡി ഈസ് ഓൺ ദ ഫോൺ എന്നാണ്. അതെ അതെ, അത് സാറേ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, പക്ഷെ ആരും ഫോൺ ഉപയോഗിക്കില്ല, പാട്ട് കേൾക്കുക, മെസ്സേജ് പാട്ട് കേൾക്കുന്നു. അവരെപ്പോഴും ഇവർ ഇതിനകത്തുള്ള ഒരു ലോകത്താണ്, ഇവർ മുഖത്ത് പോലും നോക്കുന്നില്ല. അപ്പൊ അവര് കമ്മ്യൂണിക്കേഷൻ കുറയും സാർ. നമ്മൾ ഏറ്റവും അപകടകരമായ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് സ്ഥിരം കാണാറുണ്ട്, വലിയ ഹെഡ്സെറ്റ് ഇങ്ങനെ കവർ ചെയ്ത് തലയിൽ ബോ പോലെ വെച്ച ശേഷം ട്രെയിൻ പാസ് ചെയ്യുന്ന ട്രാക്കിനടുത്ത് കൂടി ഒരുപാട് അസംഖ്യം ആക്സിഡന്റ് നടന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. ഇന്നാള് ഇത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു പയ്യനിങ്ങനെ പിടിച്ചു മാറ്റിയിരുന്നു, ശ്രദ്ധിച്ചില്ല. കാര്യം ഇങ്ങനെ ഹെഡ്സെറ്റ് ഇങ്ങനെ അത്ര ഹൈ ആണ് സാർ. സാർ അത് പറഞ്ഞത് നമ്മളെ പ്രേക്ഷകരും കാണണ്ടേ, കാരണം നമ്മൾ മൊബൈൽ ഫോൺ ഒരു ദിവസം 2 മണിക്കൂറൊക്കെ ഉപയോഗിച്ച് നിർത്തും. സെൽ ഫോൺ ആകാം, പക്ഷെ അത് സെൽ നമ്മളെ വിറ്റുകളായിരുന്നു എന്നുള്ളതാണ് കാര്യം, സെല്ലിനകത്താകരുത്. ഇനി അടുത്ത ചോദ്യം, ഫോൺ അഡിക്ഷൻ
ആ. വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ കഴിഞ്ഞ തവണ വന്നപ്പോൾ മുൻപുള്ള ഗസ്റ്റുകളോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഉം. പോൺ അഡിക്ഷൻ വലിയൊരു വിഷയമാണ്. ഉം. എങ്ങനെ നമുക്കത് കുറയ്ക്കാം? പലരും ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ ഒരു മടിയുണ്ട്. പക്ഷെങ്കിലും നമ്മളത് സാർ, പറയാതെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു മോറൽ വിഷയം കൂടാണ്. കാര്യം വല്ലവന്റെയും ശരീരം നമ്മൾ കാണേണ്ട കാര്യമുണ്ടോ എന്ന് കുട്ടികളെ ചെറുതിലേ നമ്മളെ ശരീരത്തെ സ്നേഹിക്കണമെങ്കിൽ, നമ്മളെ അമ്മയുടെ ശരീരത്തെ സ്നേഹിക്കണമെങ്കിൽ, നമ്മളെ പെങ്ങളെ ശരീരത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോലും ഇതൊരു വാല്യൂ സിസ്റ്റം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇത് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ ഒറ്റയ്ക്കൊരു മുറിയിൽ കൂടുതൽ സമയം ഇരുത്താതെ നോക്കുക. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇതുണ്ടാവാം. പക്ഷെ ഒരിക്കലും ആ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു മുറിക്കകത്ത് കയറി അടച്ചിരിക്കുമ്പോഴാണ് ഈ അഡിക്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന കുട്ടികളോട് പറയുന്നത്, അച്ഛനോട് പറയുന്നത്, നിങ്ങൾ വാതിലിനെ ഊരി വെളി വെക്കുക. അവനൊരു 17 വയസ്സായിട്ട് മാത്രം വാതിലിട്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും കാണാൻ വയ്യാത്ത ഒന്നും അവൻ കാണാത്ത അവസ്ഥയിലേക്ക് കുട്ടികളത്. പിന്നെ മുതിർന്നവർക്ക് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അത് അഡിക്ഷൻ തന്നെയാണ്. അത് അഡിക്ഷൻ അത് ഇമ്മോറലാണ് എന്ന് മനസ്സിലാക്കി മാറ്റുക എന്നുള്ളതല്ലാതെ ഇത് ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ മാറിയെടുക്കാൻ വലിയ പാടാണ്. പിന്നെ സൈക്കോതെറാപ്പിയൊക്കെ ഒരു വലിയ പരിധി വരെ സഹായിക്കാറുണ്ട്. എനിക്കറിയാം, ഫാമിലി കൗൺസിലിങ്ങിൽ സ്ത്രീകൾ സങ്കടത്തോടെ ഇത് തുറന്ന് പറയാറുണ്ട്. അത് ചിലപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു സൈക്കാട്രിക് ഇഷ്യൂ ചിലപ്പോൾ കാണുമായിരിക്കും. സാർ, ഇതൊന്നും മനസ്സിന്റെ പ്രവർത്തനമല്ല. കൃത്യമായിട്ട് ആരും ഐഡന്റിഫൈ ഒന്നും ചെയ്തിട്ടില്ല. ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉള്ളവരാണ് കൂടുതൽ. അങ്ങനെയാവാം. അല്ലെങ്കിൽ ഇതിനകത്തൊരു നമ്മൾക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ആവാം, നമ്മൾ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളാവാം, പിന്നെ ചിലപ്പോൾ തല്ല് കിട്ടാത്തതുകൊണ്ടും ആവാം. അതാണ് എൻ്റെ ഒരു ശരിയല്ലേ സാർ? എങ്ങനെയാണ് സാർ ഒരു വ്യക്തിയെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഹിപ്നോട്ടിക് ട്രാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് കാണിക്കാമോ സാർ? അതായത് സാർ ആളിനെ തന്നാൽ മതി, ഞാൻ കാണിക്കാം. അതായത് ഇത് കസേരയിൽ ഇരുത്തിയിട്ടാണ് സാധാരണ ഇത് ചെയ്യുക. ഇവിടെ കിഴുത്തിന് ശേഷം നമ്മളൊരു ചെയറുണ്ട്, ഒരു കട്ടിലുണ്ട്, അങ്ങോട്ട് കിടത്തെങ്കിൽ കുറച്ചുകൂടെ ഈസിയായി. ഇവിടെ ഇപ്പം നമുക്ക് ഇരിക്കുന്ന ഈ ചെയറിൽ വെച്ചിട്ട് സാർ തരുന്ന ആളിനെ ധൈര്യമുണ്ടോ ചെയ്യാനായിട്ട്? തീർച്ചയായിട്ടും അത് എളുപ്പമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. ഓക്കെ, തീർച്ചയായും. ഓക്കെ, ആളിനെ ഇരുത്തു. യെസ്, മോന്റെ പേരെന്താ? ഗുഡ് ഈവനിങ്. യെസ്, റൈറ്റ്. പാർത്ഥിവ് എന്ത് ചെയ്യുന്നു? 22 വയസ്സായി. ഓക്കെ, റൈറ്റ്. പാർത്ഥിവിന്റെ ആഗ്രഹം നേരത്തെ പറഞ്ഞത് എന്താണ്? സൗണ്ട് എഞ്ചിനീയർ ആണ്. അപ്പൊ അതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ചിലപ്പം ഒരു പബ്ലിക്കിനെ കാണാനുള്ള ഒരു പേടിയോ ഭയമോ, ഒരു അകത്തോട്ട് ഉൾവലിയുന്ന സ്വഭാവം? നോക്കാം. ഇൻട്രോവേർട്ട്. ആര് പറഞ്ഞു ഇൻട്രോവേർട്ട്? അപ്പൊ നമുക്കത് മാറ്റിക്കളയാം. ഇൻട്രോവേർട്ടുള്ള പരിപാടി മാറ്റാം. അപ്പൊ അതിന് വേണ്ടത്, പാർത്ഥിവ് വിചാരിക്കേണ്ടത് എനിക്കൊരു മനസ്സുണ്ട്. മനസ്സ് എവിടെ ഇരിക്കണേ? കറക്റ്റ്. അതിന് ഒരു 20 ലക്ഷം ഇരട്ടി ശക്തി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവന് എന്ത് വേണോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പൊ അകത്തോടൊരു എൻട്രി നമ്മൾ തരും. എന്നിട്ട് മനസ്സിന്റെ ഭാഷ വിഷ്വലൈസേഷനാണ്. വളരെ സ്ട്രോങ് ആയി ആരോട് സംസാരം കേട്ട ഒരാളായി മാറുന്നത് ഞാൻ വിഷ്വലൈസ് ചെയ്യിപ്പിച്ചു തരും. അത് മോനെ അത് തന്നെ കേട്ടിരിക്കുക. മോൻ്റെ മനസ്സിനെ ഞാൻ റിലാക്സ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നല്ലാത്തൊരു ആശ്വാസം കിട്ടും. മോന് അതിനെ നമ്മൾ ട്രാൻസിലേക്ക് പോകണമെന്ന് പറയും. എനിക്കത് വേണം, എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിക്കണമെന്ന് മാത്രം വിചാരിച്ച് ഇരിക്കുക. ഓക്കെ, മോൻ്റെ തല ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ തല, മോൻ്റെ തല അതൊരു കാന്തമാണ് എന്ന് വിചാരിക്കുക. ഒന്ന് പറഞ്ഞു നോക്കിയാൽ, മൈ ഹെഡ് ഈസ് എ മാഗ്നറ്റ്. കറക്റ്റ്. ഇത് കൈ, ഈ കൈ ഒരു ഇരുമ്പാണെന്ന് വിചാരിക്കുക. അത് കാന്തമാണ്, ഇത് കാന്ത. ഇരുമ്പിന് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. യെസ്, അട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ നല്ലോണം കൈ റിലാക്സ് ചെയ്തിരിക്കുക. ഇതിലിങ്ങനെ നോയിക്കൊണ്ട്, കുറച്ചുകൂടെ നോയിക്കൊണ്ട് ഇതിങ്ങനെ ഇരിക്കുക. കാന്തം, ഇരുമ്പ്. കൈ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കാന്ത ഇരുമ്പിനെ ഇങ്ങനെ ആകർഷിക്കുന്നത് ഇയാൾക്ക് അറിയാൻ പറ്റും. ആകർഷിക്കുമ്പോൾ കൈ വിറയ്ക്കാൻ തുടങ്ങും. വിരലിങ്ങനെ സ്പ്രെഡ് ചെയ്യാനും ആരംഭിക്കും. കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ കണ്ണ് കഴിക്കുന്നുണ്ട്, വിരൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ കൈ മൂവ് ചെയ്ത് നെറ്റിയിലേക്ക് തൊടാൻ വരുന്നുണ്ട്. വരുന്തോറും ഇയാൾ റിലാക്സ് ചെയ്യുന്നു. നോക്കിയിരുന്നാൽ മതി. അത് തന്നെ ഈ സെന്ററിൽ നോക്കിക്കോ, റിലാക്സ് ചെയ്യുന്നു. കൈ വിരൽ സ്പ്രെഡ് ചെയ്യുന്നത് എനിക്ക് കാണാം. സ്പ്രെഡ് ചെയ്യുന്നു, കൈ ഇങ്ങനെ ഷിവർ ചെയ്യുന്നു. അടുത്തേക്ക് വരുന്നു, വിട്ടുകൊടുത്തേക്ക്. അടുത്തേക്ക് വരുന്നു, നെറ്റി തൊടാൻ പോകുന്നു. നെറ്റി തൊടുമ്പോൾ യു ഫോൾ അസ്ലീപ്, കണ്ണടഞ്ഞു പോകും. നെറ്റി തൊടുമ്പോൾ യു ഫോൾ അസ്ലീപ്, കണ്ണടയും. റിലാക്സ് ചെയ്തിരിക്കുക. അതുണ്ട്, അവിടെ തന്നെ തൊട്ടോളൂ. അടുത്തേക്ക് വരുന്നു. 10 മുതൽ 0 വരുമ്പോൾ ഇത് അവിടെ തൊടാൻ തുടങ്ങും. 10, റിലാക്സ്. അടുത്തേക്ക് വരുന്നുണ്ട്. ഫീൽ ഇറ്റ്. 9, സ്പീഡിൽ ഒന്ന് തുടങ്ങുന്നു. വിട്ടുകൊടുത്തേക്കും. 9,
റിലാക്സ്. 8. അടുത്തേക്ക് വരുന്നു, തൊട്ട് വരുന്നു, തൊട്ട് വരുന്നു, തൊട്ട് വരുന്നു, തൊട്ട് വരുന്നു, തൊട്ട് വരുന്നു. ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐ, ഫീൽ ഇറ്റ്. 7. അടുത്തേക്ക് വരുന്നു, അടുത്തേക്ക് വരുന്നു, അടുത്തേക്ക് വരുന്നു, അടുത്തേക്ക് വരുന്നു, അടുത്തേക്ക് വരുന്നു. When it touch you fall asleep. When it touch you fall asleep. 7. 6. അടുത്തേക്ക് വരുന്നു. It is going to touch. അടുത്തേക്ക് വരുന്നത് ഫീൽ ചെയ്യുക. 5, 4, 3, 2, 1, 0. Deep sleep. You fall asleep, you fall asleep, you relax, you relax, you relax, you relax, you relax. Your eyes are getting tired and heavy. ഈ കൈ സാവധാനം താഴ്ന്ന് തൊടയിലേക്ക് പോകുന്നു. അതോടൊപ്പം ഇയാൾ റിലാക്സ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. ഞാനിപ്പോൾ 5, 4, 3, 2, 1, 0 പറയും. ഞാൻ നെറ്റി തൊടും. യു വിൽ ഗോ ഡീപ്പ് ഇൻ ടു യുവർ സെൽഫ്. 5, 4, 3, 2, 1, 0. ഡീപ് സ്ലീപ്. കീപ് യുവർ ഐസ് ക്ലോസ്. യു കനോട്ട് ഓപ്പൺ യുവർ ഐസ് നൗ. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള പശു വെച്ച് ഞാൻ കണ്ണുകൾ അടച്ചു തുടങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള പശു വെച്ച് കണ്ണുകൾ അടയ്ക്കുന്നു. യു കനോട്ട് ഓപ്പൺ യുവർ ഐസ് നൗ. 5, 4, 3, 2, 1, 0. ഡീപ് സ്ലീപ്. കീപ് യുവർ ഐസ് ക്ലോസ്. റിലാക്സ് യുവർ സെൽഫ്. മോനിപ്പോൾ ഒരു മനോഹരമായ പൂന്തോട്ടം വിഷ്വലൈസ് ചെയ്തേ. റിലാക്സ്. പൂന്തോട്ടം, പൂന്തോട്ടം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? തലയാട്ടിയാൽ മതി. അതിലേക്ക് ഇറങ്ങാനുള്ള 20 പടികളുടെ പുറത്തേക്ക് വിഷ്വലൈസ് ചെയ്തേ. 20 പടികൾ. മോനി പടിക്കെട്ട് ഇറങ്ങുന്തോറും മനസ്സ് പൂർണ്ണമായി റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കും. പൂന്തോട്ടം, പടിക്കെട്ട്. 20 പടിക്കെട്ടിന്റെ പുറത്ത് നിൽക്കുന്നു. താഴേക്ക് ഇറങ്ങുന്തോറും റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കും. 19 എന്ന് പറയുമ്പോൾ ഇടതുകാൽ വയ്ക്കുന്നത് ഫീൽ ചെയ്ത്. 19 കാല് മൂവ് ചെയ്യണം മോനെ അറിയുമ്പോൾ. 19 ലെഫ്റ്റ് ലെഗ് ഡൗൺ, മൂവ് ഇറ്റ്, മൂവ് ഇറ്റ്. 18 റൈറ്റ് ലെഗ് ഡൗൺ. 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഡീസ്ലി കംഫർട്ടബിൾ. മോന് പതിവ അസ്വസ്ഥനാണ്, ശാന്തനാണ്, റിലാക്സ്ഡ് ആണ്, അതീവ ഹാപ്പിയാണ്. മോൻ യു ആർ വെരി താങ്ക്ഫുൾ ടു യുവർ മൈൻഡ്. മൈൻഡ് ഇങ്ങനെ ഓപ്പൺ ആണ്, റിലാക്സ് ചെയ്യുന്നു. മോൻ ഇങ്ങനെ 22 വർഷം മുമ്പ് അമ്മയുടെ മടിയിൽ ജനിക്കുന്നത് ഓർക്കുക. ഹാപ്പി മദർ. ഉമ്മയൊക്കെ തരുന്നുണ്ട് മോന്. മോനിങ്ങനെ വളരുന്നു. 1, 2, 3, 4, 5. ആരോട് സംസാരിക്കുന്ന, ഏത് മനുഷ്യരോട് സംസാരിക്കുന്ന, ആരെ അങ്കിളൊക്കെ എന്ന് വിളിക്കുന്ന, കൈ കൊടുക്കുന്ന മിടുക്കനായ, ചിരിച്ചുകൊണ്ട് മിടുക്കൻ കുട്ടി. 6, 7, 8, 9, 10. മിടുക്കനായ, ആരോടും നല്ലവണ്ണം സംസാരിക്കുന്ന, മിടുക്കനായ, ഹാപ്പിയായ, റിലാക്സ്ഡ് ആയ കുട്ടി. 11, 12, 13, 14, 15. ഏത് സ്റ്റേജിലും അങ്ങോട്ട് കയറി പോകുന്ന, ആരോട് സംസാരിക്കുന്ന, ഏത് സ്റ്റേജിലും പോകുന്ന, ഏത് കല്യാണത്തിനും പോകുന്ന, ഏത് പാലുകാച്ചനും പോകുന്ന, എവിടെയും പോകുന്ന, ഫ്രണ്ട്സിനെ കണ്ടാൽ സന്തോഷിക്കുന്ന മിടുക്കൻ കുട്ടി. 16, 17, 18, 19, 20. മോനിപ്പോൾ അതിശക്തനായ ഒരു സൗണ്ട് എഞ്ചിനീയറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏത് വേദിയിലും പോകാൻ കഴിവുള്ള മിടുക്കനായ, ഹാപ്പിയായ, നല്ല ഇൻകം ഉണ്ടാക്കുന്ന ആൾ. 21, 22. ഏറ്റവും പവർഫുള്ളായ, ആരോട് സംസാരിക്കുന്ന മിടുക്കനായ ഒരാളാണ്. ടേക്ക് എ ലോങ് ഡീപ് ബ്രെത്ത് ഇൻ. റിലാക്സ് യുവർ സെൽഫ്. ടേക്ക് എ ലോങ് ഡീപ് ബ്രെത്ത്. റിലാക്സ് യുവർ സെൽഫ്. മോന് നാളെ തൊട്ട് എപ്പോഴും കണ്ണ് തുറക്കുമ്പോൾ നാളെ തൊട്ട് മിടുക്കനായിരിക്കും. ആരോടും ഹാപ്പിയായിട്ട് സംസാരിക്കാൻ പറ്റും. വളരെ സ്ട്രോങ് ആയിരിക്കും. ഏത് വേദിയിൽ ആരോട് സംസാരിക്കാൻ പറ്റും. അത് സത്യം യാഥാർത്ഥ്യമാണ്. 5, 4, 3, 2, 1, 0. ഡീപ് സ്ലീപ്പ്. റിലാക്സ് യുവർ സെൽഫ്. മോനിപ്പോൾ ഹാപ്പിയാണ്, വളരെ പോസിറ്റീവ് ഒരാളായി മാറിയിരിക്കുന്നു. ഈ സ്റ്റെപ്പ് നമ്മൾ കയറാൻ ഞാൻ തിരിച്ചു പറയണം. ഹാപ്പിയായിട്ട് നമ്മൾ തിരിച്ചു കയറുന്നു. ഓരോ സ്റ്റെപ്പിലും യു വിൽ ബി സ്ട്രോങ്ങർ. നമ്മൾ തിരിച്ചു കയറുന്നു. റെഡി. 1, 2, 3, 4, 5. എന്തിനും കരുത്തുള്ള, ആരോട് സംസാരിക്കുന്ന മിടുക്കനായ കുട്ടി. 6, 7, 8, 9, 10. 10 സ്റ്റെപ്പുകൾ. വളരെ കോൺഫിഡൻ്റ് ആയ, ആരോട് സംസാരിക്കുന്ന, വളരെ എക്സ്ട്രാവർട്ടായ, വളരെ മിടുക്കനായ കുട്ടി. 11, 12, 13, 14, 15. 15 സ്റ്റെപ്പുകൾ കരുത്തനായി കയറി. 16, 17, 18, 19, 20. വളരെ കരുത്തനായ, കോൺഫിഡൻ്റ് ആയ ബ്രെയിനും മനസ്സുള്ള മിടുക്കനായിട്ട് നമ്മൾ കണ്ണു തുറക്കാറായി. 0 ൽ 5 മോനെ കണ്ണു തുറക്കാം. ദെൻ യു വിൽ ബി വെരി ഹാപ്പി, വെരി റിലാക്സ്ഡ് ആൻഡ് വെരി റിലാക്സ്ഡ്. 1, ടേക്ക് എ ലോങ് ഡീപ് ബ്രെത്ത് ഇൻ. 2, tighten all the muscles of your hands and legs. 3, move the fingers of your hands and legs. Move the fingers. Move the 4, you hear my voice. This day, this time. 5, slowly open your eyes. 1, 2, 3, 4, 5. Slowly open your eyes. 1, 2, 3, 4, 5. Slowly open your eyes. കൈകളൊന്ന് ചൂടാക്കി പിടിച്ചേ. മുഖത്തേക്ക് വെച്ചേ. കൈ എങ്ങനെ വെച്ചു. I have a new brain and mind. I am confident. I have a new brain and mind. I am confident. I have a new brain and mind. I am confident. കുറച്ച് സമയം മുന്നേ അങ്ങനെ ഇരുന്നോളൂ. You are new. You are strong, you are very powerful, you are very extrovert now, very happy always. ഇനി സാവധാനം കൈകളെടുത്തേ. ഹലോ,
ഹലോ, ഓപ്പൺ യുവർ ഐസ്, ഹൗ ഡു ഫീൽ നൗ? Good. എങ്ങനെയുണ്ട്? ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നിയോ? അതെ. എല്ലാം വിഷ്വലൈസ് ചെയ്തില്ലേ? പിന്നെ മോൻ എവിടെ പോയാലും യു വിൽ ബി വെരി സ്ട്രോങ് ആൻഡ് വെരി. എങ്ങനെ യഥാർത്ഥ ഫീൽ ചെയ്തു? ആ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എവിടെയോ അല്ലെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് അതെ. പോയതുപോലെ തോന്നി. തോന്നി. യു ഫീൽ വെരി ഹാപ്പി. Yeah. ഓ, താങ്ക് യു. റൈറ്റ്. ദീർഘമായ ഒരു സംഭാഷണത്തിലൂടെ സാറ് ഹിപ്നോതെറപ്പി എന്താണ്, ട്രാൻസ് സ്റ്റേജ് എന്താണ്, ഇപ്പോൾ സാറ് ഒരു അതാണ് വ്യക്തിയെ ട്രാൻസ്. ചെയ്ത് കാണിക്കുകയും ചെയ്തു. വളരെ അതിശയം തോന്നിയ ഒരു കാര്യമാണ്. കാര്യം നമുക്ക് ലൈവ് സ്റ്റേജുകളിൽ പലപ്പോഴും കാണിക്കുന്നത് ഒരു ശരിക്കും ധൈര്യമുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇത് പരാജയപ്പെട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്കിലും മറ്റൊരു പ്രസക്തമായ ചോദ്യം, ഈ ചോദ്യം നമുക്കും വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്യുന്ന വ്യക്തികളുടെ അടുത്തേക്ക് എത്രത്തോളം ധൈര്യപൂർവ്വം വിശ്വാസ്യതയോടുകൂടി നമുക്ക് സമീപിക്കാം? കാരണം നമ്മുടെ പല സ്വകാര്യതകൾ അവരുടെ കയ്യിലാകുന്നു. നമ്മുടെ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് അവർ കൊണ്ടുപോകുന്നു. ആ ട്രാൻസ് സ്റ്റേജിൽ നമുക്ക് തിരിച്ച് മടങ്ങി വരാൻ സാധിക്കുമോ? അഥവാ സാധിച്ചില്ലെങ്കിൽ ഇവർ ക്രമേണ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കാലക്രമേണ സ്വാധീനിച്ചു കൊണ്ടിരിക്കുമോ, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമോ എന്നുള്ള ഒരു സംശയം പലപ്പോഴും പലരും ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് താങ്കളുടെ മറുപടി? എത്രത്തോളം വിശ്വാസയോഗ്യമാണ് ഓരോ ഹിപ്നോതെറപ്പിസ്റ്റും? സാറേ, അതിനകത്തെ ഇപ്പം ആ ചോദ്യത്തിന്റെ ഉത്തരം ആപേക്ഷികമാണ്. അതായത് ഇതൊരു ഡിവൈൻ പ്രൊഫഷനാണ്. ഇപ്പം ഞാൻ എൻ്റെ മുറിയിൽ വരുന്ന ഒരാൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാറില്ല. പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ ഉണ്ടാവും, സ്ത്രീയിലാണെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും. ഞാൻ അങ്ങനത്തെ അല്ലാത്ത ആരെയും ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് വരുമ്പോൾ ആ ഏരിയ ഇറ്റ് ഈസ് ഓക്കെ. രണ്ട്, ഇത് ട്രാൻസിലേക്ക് പോയാൽ തിരിച്ച് ഉണരാതിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് സാറ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതും ഇതിനോടൊപ്പം അനുബന്ധമായി അത് ട്രാൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണരാതിരുന്നാൽ ഉറങ്ങിപ്പോവും. അത് ഡീപ്പായിട്ട് ഉറക്കത്തിലേക്ക് പോകും. അവർ താനെ 6 മണിക്കൂർ കിടന്ന് ഉറങ്ങിപ്പോയ കേസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് വിടാനേ പറ്റുള്ളൂ. പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു നെഗറ്റീവ് ഇമോഷനിൽ നമ്മൾ അവരെ ഉണർത്താൻ പാടില്ല. ഒരു പോസിറ്റീവ് ഇമോഷനിൽ തന്നെ. കാരണം ആ സമയത്ത് അതെ, ആ സബ് കോൺഷ്യസ് മൈൻഡിനെ എന്തും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരാളിനെ കൊല്ലണമെന്നുള്ള തോന്നലിൽ ഉണ്ടാക്കാൻ പറ്റും. അത് താൽക്കാലികമാണെങ്കിൽ പോലും അത് വർക്ക് ചെയ്യും. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായ നിർദ്ദേശം മാത്രമേ കൊടുക്കാവൂ. അല്പം സീനിയറായൊരു ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ഡിപ്പെൻഡബിൾ, ലേഡീസ് കൂടുതൽ ഡിപ്പെൻഡബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് എല്ലാവർക്കും ഇത് വഴങ്ങുമെന്ന് കേട്ടാൽ എൻ്റെ അനുഭവത്തിൽ എല്ലാവർക്കും ഇത് വഴങ്ങാറില്ല. എല്ലാവരിലും ഇത് ചെയ്യേണ്ട കാര്യമില്ല. അതിന് വേണ്ട കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രം. വളരെ സിമ്പിളാണ് സാറേ. ഇപ്പം കോൺഷ്യസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ചിരുന്നുകൊണ്ട് കേട്ടാൽ സാറിന് കൂടുതൽ അതിങ്ങനെ റിസപ്റ്റീവ് ആവും. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. അത്രേ ഉള്ളൂ. കണ്ണടയ്ക്കുമ്പോൾ ബാക്കി ഇന്ദ്രിയങ്ങളെല്ലാം കട്ടായില്ലേ, മനസ്സിലേക്ക് നേരിട്ടൊരു ഇത് കിട്ടും. അത്രേ ഉള്ള. വി ആർ ഓപ്പണിങ് ദ ഡോർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. മൈൻഡിന്റെ കോൺഷ്യസ് മൈൻഡ് ക്രിട്ടിക്കലാണ്. ഇപ്പൊ സാറൊരു ഫൂളെന്ന് ഞാൻ പറഞ്ഞാൽ സാർ അക്സെപ്റ്റ് ചെയ്യോ? സാറ് ട്രാൻസിലാണ്, സാറ് ഫൂളെന്ന് പറഞ്ഞാൽ സാർ അക്സെപ്റ്റ്. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കോൺഷ്യസ് മൈൻഡിനെ ഓഫ് ആക്കുന്ന പ്രവർത്തനം ഇപ്പൊ സാർ കണ്ടില്ലേ കാണിച്ചത്? കോൺഷ്യസ് മൈൻഡ് ഓഫ് ആവും. അപ്പൊ അത് കംഫർട്ടബിൾ ആയിട്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ മായ സ്റ്റുഡിയോയുടെ ആ ഒരു പബ്ലിക് ചാലഞ്ച് സാർ ഏറ്റെടുത്തതിൽ സാറിന് പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് എന്റെ പ്രൊഫഷൻ അല്ലേ, സ്വാഭാവികമായിട്ടും ചെയ്യുന്നതല്ലേ. ഞാൻ സ്കൂളുകളിലൊക്കെ ഞാനിതൊരു സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടി ചെയ്യുന്ന ആളല്ല. എനിക്ക് വേണ്ടിയതല്ല തെറാപ്പിക്ക് വേണ്ടി മാത്രം. ഞാനിത് മാത്രമല്ല, ഞാനൊരു നല്ല കൗൺസിലിംഗ് വിദഗ്ധനാണ്, ഫാമിലി കൗൺസിലിംഗ്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതൊരു മനസ്സിനെ റിലാക്സ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ദ മോസ്റ്റ് പെർഫെക്റ്റ് ടെക്നിക്. കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന്റെ അനുഭവങ്ങളൊന്ന് വിശദമാക്കാമോ സാർ? കോർപ്പറേറ്റ് ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനികളിലാണ് കൂടുതൽ. കോർപ്പറേറ്റ് കമ്പനികളിൽ അവരുടെ ലീഡർഷിപ്പ്, ടീം വർക്ക്, മോട്ടിവേഷൻ. അവിടെ കോർപ്പറേറ്റ്സിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ട്രെസ്സാണ്. സ്ട്രെസ്സിനെ മാറ്റുന്നതിനുള്ള ഏറ്റവും വലിയ ടെക്നിക്ക് മൈൻഡ്ഫുൾനെസ് ആണ്. ഞാൻ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു മാസ്റ്റർ ട്രെയിനറാണ്. ഞാനിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ട്രെയിനിങ് എടുത്തിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ ഞാനായിരിക്കണം, അല്ലെങ്കിൽ ആവും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ ക്ലിനിക്കിൽ വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും പോലും ഞാനൊരു മൈൻഡ്ഫുൾ ലൈഫ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കാറുണ്ട്. അത് സിമ്പിളായ ഒരു ടെക്നിക്കാണ്. അതാണ് എൻ്റെ ഒരു കോർ കോമ്പിറ്റൻസി. അതാണ് കാരണം മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തെ പ്രസന്റ് മൊമെന്റിനെ എൻജോയ് ചെയ്യാൻ ശീലിക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞതുപോലെ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇപ്പോ ഇമോഷണൽ കോഷ്യന്റ് ആണ്, ഇക്യുവിനാണ് ഒരു പ്രസക്തി. അതിന്റെയൊക്കെ ഒരു ഹൈ ലെവലാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതാണ് പെട്ടെന്ന് പറയാൻ പറ്റും. വേണമെങ്കിൽ നമുക്കത് കുറച്ചുകൂടി വിശദീകരിച്ചു തരാം. ഇനി
നമ്മുടെ മെന്റലിസ്റ്റുകളുടെ കാലമാണിപ്പോൾ. അതെ. ധാരാളം മെന്റലിസ്റ്റുകൾ ഉം. ഓപ്പൺ സ്റ്റേജ് പെർഫോമൻസ് കാണിക്കുന്നു, ഉം. മൈൻഡ് റീഡ് ചെയ്യുന്നു, പല കാര്യങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. മെന്റലിസം എന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അതോ അതൊരു ചെറിയ ടെക്നീക്കാണോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. പലരും ഇപ്പോൾ പഠിക്കാൻ സാറിൻ്റെ ആഗ്രഹിക്കുന്നു. അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, നാളെ സൺഡേ അല്ലേ? അതെ. നാളെ സൺഡേ അല്ലേ? നാളെ സാറിന് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ഹിൽ സ്റ്റേഷനിൽ പോയി ഒരു ദിവസം താമസിച്ചാൽ കൊള്ളുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഉം. സാറിന്റെ പേനയുണ്ടോ? പേനയില്ല. പേനയില്ലെങ്കിൽ സാർ എഴുതിയെന്ന് വിചാരിക്കുക. ഉം. സാറ് എഴുതിയത് പൊന്മുടി എന്നല്ലേ? ഹിൽ സ്റ്റേഷൻ മിക്കവാറും പെൺമൊഴി എന്നായിരിക്കും ആദ്യം എഴുതുന്നത്. ആണല്ലോ, ആദ്യം എഴുതിയത്. അതെ. അത് മെന്റലിസം ആണോ? സാറ് പറയാൻ സാധ്യതയുള്ള പ്രോബബിൾ ആൻസർ ഞാൻ കുറച്ച് നേരത്തെ ഇതിലൊരു ഫോൺ നമ്പറും പല പേരുകളും വരെ പറയുന്നുണ്ട്. അതൊക്കെ ചില ഉപകരണങ്ങൾ വെച്ചിട്ടല്ലേ പറയുന്നത്. ആ, ആ. ഒന്നെങ്കിൽ ഫോൺ നമ്പറിൽ അതൊക്കെ ചെയ്ത്. അപ്പൊ അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു സ്കില്ലാണ്. അതൊരു മജീഷ്യന്റെ അൾട്ടിമേറ്റ് സ്കില്ലിൽ പെടുന്ന കാര്യങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ സാറിന്റെ മനസ്സിൽ പോകുന്ന ഒരു ചിന്തകളെ ബോഡി ലാംഗ്വേജ് കൊണ്ട് ഒരു പരിധിവരെ വായിച്ചെടുക്കാമെങ്കിലും മനസ്സിനെ അതുപോലെ വായിക്കാൻ പറ്റുമെന്ന് കേട്ടാൽ അത് ഒരു പരിധിവരെ അസാധ്യമാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ചില സ്കില്ലുകളിലൂടെ നമുക്കതിനെ ചില പേരുകൾ പറയിക്കുക, ചില സ്ഥലങ്ങൾ. നമുക്ക് മറ്റൊരു സെനൻസുമായിട്ട് ചേർത്ത് വായിച്ചാൽ എന്തുകൊണ്ട് ഹിപ്നോതെറപ്പിസ്റ്റുകൾ അടുത്ത ആൾക്കാർ വന്ന് മെന്റൽ റിലീഫ് കണ്ടെത്തുന്നു, എന്തുകൊണ്ട് മെന്റലിസ്റ്റുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള ഉത്തരം അല്ല, നമുക്ക് അതൊരു സ്റ്റേജ് പ്രോഗ്രാമാണ്. അതെ. പക്ഷെ അത് മോശമൊന്നല്ല. അത് അവർക്ക് ഇനി അഥവാ അങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാർ കാണുമായിരിക്കും. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ. ഇപ്പം നമ്മൾ ഒന്നിനെയും നമ്മൾ നെഗ്ലക്ട് ചെയ്യേണ്ട കാര്യമില്ല സാറേ. എല്ലാവർക്കും ചില ആളുകൾ എക്സ്ട്രാ എബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഇൻബോൺ കാണുമല്ലോ. അത്രയൊക്കെ അത് അങ്ങനെ കണ്ടാൽ മതി അതിനകത്ത്. ഇനി നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു പരാമർശം വന്നു എങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെഗറ്റീവ് എനർജിയെ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എത്രത്തോളം നമുക്കൊരു ത്രെട്ടാണ്? സാർ, ഇതിനകത്തെ ഈ ഭയക്കേണ്ടതുണ്ടോ എന്ന് കേട്ടാൽ ഈ ഭയം ആപേക്ഷികമല്ലേ? തീർച്ചയായും. ഇത് ആരോട് ചോദിക്കണമെന്നുള്ള ഒരു 90 വയസ്സായ ആളിനോട് ചോദിക്കണമെന്ന് നെഗറ്റീവ് എനർജി ഭയമാണോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആകപ്പാടെ വയസ്സായി കിടക്കയല്ലേ. ഒരു 3 വയസ്സായ കുട്ടിയെ ചോദിക്കണം നിനക്ക് നെഗറ്റീവ് എനർജി ഭയമാണ്, അവൻ അറിയില്ലല്ലോ. അപ്പോൾ ഇത് അറിവിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇങ്ങനെ പിന്നെ നമ്മൾ ഒരു പരിധിവരെ കുറേ കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ടെമ്പററിയാണ്. ഭയവും ടെമ്പററിയാണ്. സിറ്റുവേഷൻ മാറുമ്പോൾ, സ്പേസ് മാറുമ്പോൾ, ഡാർക്ക്നെസ് മാറുമ്പോൾ, വെളിച്ചം വരുമ്പോൾ പിന്നെ ഇതില്ല. അപ്പോൾ അത് ഭയമുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പേടി എന്നുള്ള വികാരം നോർമലാണ്. ശബ്ദത്തെ പേടിക്കാത്ത ആൾക്കാരുണ്ടോ? ഇടിമിന്നലിനെ പേടിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ അത്രത്തോളം അത് അപ്പോഴത്തെ ഒരു മാനസിക ബലം വെച്ചിട്ടാണ് നമ്മൾ പേടിക്കുകയോ ഒക്കെ ചെയ്യുക. അല്പം പേടി നല്ലതാണെന്നാണ് എൻ്റെ. അപ്പം നമ്മൾ പോയി ചാടി കൊടുക്കൂല. കുറച്ചൊക്കെ ഭയം ഉണ്ടെങ്കിൽ ഇപ്പോൾ കടലിനെ പേടിയില്ലാത്തവരാണ് കടലിലേക്ക് എടുത്ത് ചില ആൾക്കാർ കോമൺ സെൻസ് അല്ലേ. ഹൈറ്റിനെ പേടിക്കണ്ടേ? ഇരുളിനെ നമ്മൾ പേടിക്കണ്ടേ? കാരണം ഇരുളിൽ നമുക്ക് അപ്പുറത്ത് എന്താണെന്ന് കാണില്ല. ചിലപ്പോൾ അവിടെ ഒരു കത്തി കിടക്കായിരിക്കും, നമ്മൾ പോയി ചവിട്ടി മുറിയുന്നുണ്ട്. ഹിപ്നോതെറപ്പിയിലൂടെ ഏറെക്കുറെ എല്ലാ ഭയങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കും. സാറേ, ഫോബിയ എനിക്കിത് വളരെ ഈ ഹിപ്നോതെറപ്പിയുടെ പ്രത്യേകത, സാധാരണ ഒരു കൗൺസിലിംഗ് 20 സെഷൻ വേണമെങ്കിൽ ചിലപ്പോൾ ഇത് 1 സെഷൻ തന്നെ മതി. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ അടുത്ത് ഒരു ലേഡി, മേ ബി ഷീസ് ഇൻ എ മെഡിക്കൽ പ്രൊഫഷൻ, അവര് ഇത് MRI എടുത്തുകൊണ്ട് വന്നപ്പോൾ രാത്രി ഒരു 9 മണിയാവും. ഒരാൾ വരുന്നു MRI എടുക്കാൻ വേണ്ടി. ഒരു ക്ലയന്റിനെ കൊണ്ട് തല പൊട്ടിയ അവിടുന്ന് ഈ തല ഇങ്ങനെ MRI എടുക്കാൻ വേണ്ടി ഇത് അങ്ങോട്ട് മാറ്റി നോക്കുമ്പോൾ ഈ സ്ത്രീ ബോധം കെട്ട് താഴെ വീണു. പിടികിട്ടിയല്ലോ, എന്താണെന്ന് അറിയില്ല. അവിടുന്ന് തന്നെ അത് നല്ല ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. രാവിലെ 7 മണിക്ക് അവർക്ക് ബോധം വന്നു. കാര്യം അറിയില്ല. ബോധം വന്നപ്പോൾ ഷീ കനോട്ട് സ്പീക്ക്, സംസാരിക്കാൻ പറ്റുന്നില്ല. അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. 9 മാസം ഇവർ ചികിത്സിച്ചു. മിക്കവാറും ഭേദപ്പെട്ട ഒരു ആശുപത്രിയായിരുന്നു അത്. അത്യാവശ്യം എല്ലാവരും ചികിത്സിച്ചു, ഒന്നും പറ്റുന്നില്ല. അവസാനം ആരോ പറഞ്ഞെടുത്ത് സുരേഷ് സാറിനെ കൂടെ കണ്ടൊന്ന് റിലാക്സ് ചെയ്യാൻ സാറൊന്ന് മെഡിറ്റേഷൻ തരുമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ആരോട് ഹിപ്നോതെറാപ്പി എന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ കിടക്കൂ. ഇയാളുടെ അടുത്ത് ഞാൻ ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞു ഇല്ലല്ലോ. മനസ്സിലാണ് ചെയ്ത് ഞാൻ കിടക്കും. അപ്പോൾ അവരിങ്ങനെ കിടന്നു. ഞാൻ നല്ല റിലാക്സ് ചെയ്യാൻ പറഞ്ഞു. റിലാക്സ് ചെയ്ത് അവരെ സബ് കോൺഷ്യസ് മൈൻഡ് ഓണായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ മനസ്സിൽ ഈ ശബ്ദം ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ചിന്തിക്കാൻ പറ്റുമോ?
നിങ്ങൾ പിന്നിലേക്ക് ആ മാസങ്ങളിലേക്ക് ആ ദിവസം ആദ്യമായി ശബ്ദം പോയ സമയം ഓർക്കാൻ പറഞ്ഞു. ഓർത്ത് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഒരു മോട്ടോ ന്യൂറോ റെസ്പോൺസ് വിരലൊക്കെ അനങ്ങും. അപ്പോൾ നമുക്ക് സ്ട്രെസ് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ സ്ട്രെസ് ഉണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേര് ഓർമ്മ വരുന്നുണ്ടോ എന്നിട്ട്. ഉണ്ട്, അതെൻ്റെ മകളാണ്, രാധികയാണ്. അതിവിടെ പഠിക്കുന്നു, തിരുവനന്തപുരത്ത് സ്കൂളിൻ്റെ പേര് പറഞ്ഞു. രാധിക എന്ന് പറയുന്ന പേര് ആ പേരല്ല, ഞാനിപ്പം ക്ലയൻറ്റ് കേൾക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അതാണ്. അവളെങ്ങനെ? അവൾ നല്ല പഠിക്കും, പാടും, അപ്പം സംസാരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കേട്ടു എന്താണ് അവിടെ സംഭവിച്ചത് ഈ ദിവസം. ഈ MRI സ്കാൻ എടുക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ ഇവളെ പണ്ട് ക്രൂരമായി ഉപദ്രവിച്ച ഒരാളിൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്. ഫിസിക്കലി ഉപദ്രവിച്ചില്ല, മെന്റൽ ട്രോമ തിരിച്ചു. അതിങ്ങനെ തിരിച്ചു വന്നു. അയാൾ പണ്ട് ഇങ്ങനെ കഴുത്തിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ തിരിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരെ ഉണർത്തി എടുത്തു. അവർക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റും. ഒരു പക്ഷേ ഞാൻ എൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായി എനിക്ക് ഓർത്തിരിക്കുന്ന, അവർക്ക് അവരുടെ കണ്ണിൽ കാണുന്ന ഒരു സന്തോഷം അതീവ, ഇത് യഥാർത്ഥത്തിൽ അതിനൊരു മ്യൂട്ടിസമാണ്. അപ്പോൾ ഇത് പണ്ട് ഞാൻ 2009 തന്നെ ഒരു മ്യൂട്ടിസ് ഉള്ളൊരു കുട്ടിയെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹി വാസ് ബോൺ ഇൻ UK. അവിടെ നിന്ന് ഇവിടെ വന്നതാണ്. രാജ്യം മാറിയപ്പോഴായിരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. ചിലരെ കാണുമ്പോൾ അവൻ്റെ തൊണ്ട മ്യൂട്ടാവും. അവനിന്ന് 11 വയസ്സാണ്, അവനൊക്കെ ശരി. അപ്പോൾ അത് എളുപ്പമാണ് സാർ, അത് വളരെ ഭാഗ്യം കൂടെ വേണം. എനിക്ക് ആകെ പറഞ്ഞത് ഇതൊന്നും നമ്മുടെ കഴിവെന്നല്ല, കൃത്യമായിട്ട് ട്രാൻസിലെത്തി അയാളുടെ മനസ്സിനെ റിസപ്റ്റീവ് ആക്കുക. നമ്മൾ പറയണ എന്ത്, അതുകൊണ്ടാണല്ലോ സാറിനെ നമ്മുടെ മൊത്തത്തിൽ ദേശീയവും നമ്മുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒരു ഡിവൈൻ ഹീലർ എന്ന് വിളിക്കുന്നത്. കുറച്ച് ഹീൽ ചെയ്യുക. ഞാൻ ഇന്ന് ചെയ്തൊരു കാര്യം പറയാം. ഇന്നിപ്പം രാത്രി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയം പകലാണ്. അപ്പൊ ഈ ആളിന്റെ ഹസ്ബൻഡ് ഇവരെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ കാര്യമായിട്ടൊന്ന് സംസാരിക്കുകയോ കെയർ ചെയ്യുകയോ ചെയ്യില്ല. അയാൾ വലിയൊരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിച്ച് അടിമയായിട്ട് കൊണ്ട് ജീവിപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ സ്ഥലവും മാറിപ്പോയി. ഇവർ കഷ്ടപ്പെട്ട് ഇവരെ ഒരു ഡെലിവറിക്ക് പോലും ഹെൽപ്പ് ചെയ്യാത്തൊരു ഹസ്ബൻഡ് എല്ലാം നശിപ്പിച്ച് മദ്യപിക്കും. ഇങ്ങനെയൊക്കെ ആയി ഇവരെ അങ്ങ് തകർത്ത് കളഞ്ഞിട്ട് ഒരു മോൻ ജനിച്ചപ്പോൾ അവൻ ഇതിനേക്കാൾ ശല്യം, വീട്ടിൽ വരില്ല. കുറച്ച് ഇവരിങ്ങനെ ട്രമാറ്റിക്കായി. ഇപ്പോൾ ഷീസ് ആൾമോസ്റ്റ് 40s. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ട്രോമാറ്റിക് ആണ് മനസ്സ്. അവരിങ്ങനെ കരയുന്നു, ഹസ്ബൻഡ് വീട്ടിലെ ലോൺ എടുപ്പിച്ച് ജീവിതത്തെ നശിപ്പിക്കുന്നു, ഒന്നും ചെയ്യാൻ വയ്യ. അപ്പം ഇങ്ങനെയുള്ള ഒരാളിന് ഒരു നിമിഷമെങ്കിലും തോട്ടില്ലാതെ കിടക്കാൻ കഴിഞ്ഞാൽ, ഞാൻ അവരുടെ അടുത്ത് ഇതേപോലെ ഒരു മെഡിറ്റേഷൻ കൊടുത്ത് സബ് കോൺഷ്യസ് മേലെ കൊണ്ടുപോയി അവരെ ഒരു വലിയ മൈതാനത്തോട് നടന്നു പോകുമ്പോൾ കുറേ ചാക്കുകൾ കാണാൻ പറഞ്ഞു. ഓക്കെ, ചാക്കുകൾ, ഈ ഓരോ ചാക്ക് എടുത്തിട്ട് നിങ്ങൾ ജനിച്ച 1ാമത്തെ വർഷത്തിലുള്ള എല്ലാ സങ്കടവും അതിനകത്തിടാൻ പോയി. അങ്ങനെ 42 ചാക്കിനകത്ത് ഈ സങ്കടങ്ങളെല്ലായിട്ട് വരിഞ്ഞ് മുറുക്കി. 42 ചാക്ക് അല്ലെങ്കിൽ 45 വരിഞ്ഞ് മുറുക്കി. അവസാനം ഇതിനെല്ലാം കൂടെ വലിയൊരു ചാക്ക് ഇടാൻ പറഞ്ഞു. ചാക്കിട്ട് അതിനെ വരിഞ്ഞ് മുറുക്കിയിട്ട് അവിടെ ഒരു തീ കത്തിച്ച് കാണിച്ചു കൊടുത്തു. ഈ തീക്കകത്തിട്ടാൽ നമുക്ക് ഇതെല്ലാം റെഡി ഉണ്ട്. ഇതിനെ ആഞ്ഞങ്ങ് അപ്പൊ ഇവർ കിടന്നുകൊണ്ട് വലിച്ചങ്ങറിയ തീർന്നു. അത് ഒരു ഡീസെൻസിറ്റൈസേഷൻ. അത് പോയി. അത് കഴിഞ്ഞിട്ട് അവരൊരു വലിയ ഊർജ പ്രകാശത്തിനകത്തൂടെ കടത്തി ഇപ്പുറത്ത് കൊണ്ടുവന്ന് നല്ല ഹീലാക്കിയിട്ട് വലിയൊരു ആശ്വാസം കിട്ടും. വി സ്റ്റാർട്ട് ലവിങ് അവർ സെൽഫ് ലവ് എന്ന് ഞാൻ ഉപയോഗിക്കുന്ന അതിപ്പം വിശദീകരിക്കാത്തൊരു പാടുണ്ട്. സെൽഫ് ലവ് ഇല്ലാത്തതാണ് പലപ്പോഴും. നമ്മൾ എന്തിന് ഈ ഒരു സങ്കടവും സ്ഥിരമല്ല സാറേ, ഒരു സുഖവും സ്ഥിരമല്ല. അപ്പൊ പിന്നെ നമ്മൾ അസ്ഥിരമായൊരു കാര്യത്തിന് വേണ്ടി സ്ട്രെസ് പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ലവ് യുവർ സെൽഫ്. ഞാൻ പറഞ്ഞു കറക്റ്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ല ആഹാരം വാങ്ങിച്ച് കഴിക്കുക, നല്ല ഞാൻ പറയും 4 കാര്യം മതി. ഹെൽത്ത് ഉണ്ട്, റിലേഷൻ ഇല്ല, ഓഫീസിലൊക്കെ ഉള്ള ആൾക്കാരുമായി നല്ല റിലേഷൻ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ മോശത്തൊന്നും ചാടാനല്ല. കരിയർ, അതിനകത്ത് ഗ്രോത്ത് നോക്കുക. മണി, കിട്ടുന്ന പൈസ സമ്പാദിച്ച് വയ്ക്കുക, അതിനെ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ മാത്രമേ കാണൂ. ഇതൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഭർത്താവിനെ നന്നാക്കാൻ പോണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മായ സ്റ്റുഡിയോ ഈ ഒരു എപ്പിസോഡ് ചെയ്തതിന് പിന്നിൽ മറ്റൊരു വലിയൊരു ഉദ്ദേശമുണ്ട്. കാര്യം ഒരുപാട് വ്യക്തികൾ അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അതിനൊരു സമാധാനം കൊടുക്കാൻ ആരും. ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, കാശുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടി സമയം തരാൻ ആർക്കും സമയമില്ല, അംഗീകാരമില്ല സാർ. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇത് കൂടുതലുള്ളത്. വലിയൊരു വിഷമം. അവർ സ്ത്രീകൾ ഓഫീസിലും ജോലി ചെയ്യുന്നു, വീട്ടിലും ജോലി ചെയ്യുന്നു, മക്കൾ അവർ പരിഗണിക്കുന്നില്ല. അല്ലെ, ശരിയല്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ആ വ്യക്തികൾക്കൊക്കെ ഈ ഒരു എപ്പിസോഡ് ഒരു ഐ ഓപ്പണർ ആയിരിക്കും. നമുക്കൊരു കുറച്ച് വിശ്വാസമുണ്ട് അവർക്ക് ശരിക്കും ഒരു സമൂഹത്തിന്. അടുത്ത കാലത്ത് എനിക്ക് വന്നൊരു എക്സാമ്പിൾ, ഒരു
ഒരു ഒരു ഒരു 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും ഭർത്താവ് സ്ത്രീധനത്തിന് വേണ്ടി പീഡിപ്പിക്കുന്നു. 50 വയസ്സ് കഴിഞ്ഞ് മക്കളൊക്കെ അല്ലേ ഏകദേശം 15-16 വയസ്സിന് ശേഷം ഇങ്ങനെയൊക്കെയുള്ള പാവം സ്ത്രീകളാണ്. മനസ്സിലായി. ചില ആൾക്കാർ ചില വീടുകളിൽ നിന്നൊക്കെ 100-200 പവൻ സ്വർണ്ണമൊക്കെ ഇട്ട് ഇത് കംപ്ലീറ്റ് വിറ്റ് തുലച്ചതിന് ശേഷം മദ്യപാനം ഭർത്താവിൻ്റെ, ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞൊരു പരിഹാരം കിട്ടുക എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ധാരാളം പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാറിന്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും സാറേ സാർ കൊടുത്തോളൂ. കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സാറിന് ആക്സസ് ചെയ്യാനുള്ള വഴിയും ഒക്കെ ഉണ്ട്. സാർ ട്രിവാൻഡ്രത്താണ്, ശാസ്തമംഗലം. മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, പറയൂ. ടെലികൈനസിസ് എന്നൊരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ട്, ഒന്ന് വിശദമാക്കാമോ? സാർ അത് ചെയ്യാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും? സാർ ഞാൻ അത് ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനെ ആ കഴിവുള്ള ആൾക്കാരെ എനിക്ക് അറിയാതെ ഇതിൻ്റെ അടുത്ത കാലത്ത് ഞാൻ നേരിട്ട് എനിക്ക് പരിചയം. ഒരാള് അയാളുടെ മകൻ അമേരിക്കയിലാണ്, അച്ഛനിവിടെ കിടപ്പിലാണ്. മകനും തോന്നുന്നു അച്ഛൻ ക്രിട്ടിക്കലാണ്. മകൻ വിളിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഹോസ്പിറ്റലായി മരിക്കുന്നു. വിളിക്കുമ്പോൾ ലാസ്റ്റിൽ സംസാരിച്ചിട്ട് മരിക്കാൻ പറ്റി. ഇങ്ങനെയൊക്കെ ചില അപൂർവമായ ചില ഇവിടെയുള്ള, എനിക്ക് അറിയില്ല അതെന്താണ്, ബട്ട് ദിസ് ഹാപ്പൻസ്. ഒരുപക്ഷെ അത് വെറും ഒരു കോയിൻസിഡൻസ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും എനിക്കൊരു അനുഭവമുള്ള, ഞാൻ ഇപ്പോഴല്ല, വെൻ ഐ വാസ് ഇൻ 20s, എൻ്റെ വളരെ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് കൊല്ലത്താണ്. ഇവിടെ ഇന്നത്തെ പോലെ ഫോണില്ല. നമ്മൾ തിരുവനന്തപുരത്ത് പുള്ളി വരുമ്പോൾ ഞാൻ അയാളെ കാണും. അത് ഞങ്ങൾ മിക്കവാറും സ്റ്റാച്ചു വഴി പുള്ളി നടന്ന് വരുമ്പോൾ ഞാൻ എവിടെ കൂടെ നടന്ന് അവിടെ എത്തി ഒരു 8-10 ദിവസം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ടെലിപ്പതിയാണോ, എനിവേ സം കൈൻഡ് ഓഫ് ടെലികൈനസിസ് എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ കൂടുതലായിട്ട് ചോദിച്ചത് സാറിനോട്. സാർ അത് എന്താ ഉദ്ദേശിച്ചത്? ടെലികൈനസിസ് നമ്മുടെ ഒബ്ജക്റ്റുകൾ ചലിപ്പിക്കുന്ന ആ ഒരു, നമ്മുടെ യോധ സിനിമയിലൊക്കെ ആ ഒരു റിംപോച്ചെ കാണിക്കുന്നുണ്ട്. ആ ഒരു സാർ അതും സത്യം പറയാം, എനിക്ക് നേരിട്ട് അങ്ങനൊരു, ഞാനിപ്പോൾ ഒരു സയന്റിഫിക് ആയിട്ട് ഞാൻ നേരെ കണ്ട് പഠിക്കാത്തൊരു കാര്യം എനിക്കത് മറുപടി അറിയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ശരി, ഈയിടെ ഞാനൊരു ഗ്രന്ഥത്തിൽ വായിച്ചതാണ്, ഇമോഷണൽ അല്ലെങ്കിൽ ശരിക്കും ബ്രേക്കപ്പ്, ഒരു ലവ്, അതായത് ഒരു റിലേഷനിൽ സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഒരു പുരുഷനും സ്ത്രീ തമ്മിൽ പ്രണയത്തിലാവുന്നു, ഏത് പ്രായത്തിലും ആകട്ടെ, പക്ഷെ ആ ഒരു ബ്രേക്കപ്പ് സംഭവിച്ച ശേഷം ബ്രെയിൻ ആ ഒരു ബ്രേക്കപ്പിനെ ഒരു ഫിസിക്കൽ ഇഞ്ചറി പോലെ മനസ്സിൽ കൺസിഡർ ചെയ്യുകയും അറ്റ്ലീസ്റ്റ് 12 years അതിന്റെ വൂണ്ട് ഹീലാകാതെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡ് കിടക്കുകയും ചെയ്യുന്നു പറയുന്നുണ്ട്. അത് നമ്മൾ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? അതിന് നമ്മുടെ ഹിപ്നോതെറാപ്പിയിലൂടെ മാറ്റിക്കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിലെ കാര്യം, ഞാനൊരു അധ്യാപന മേഖലയിൽ കൂടി ഉള്ള ആളായതുകൊണ്ട് ധാരാളം കുട്ടികൾ ഈ സങ്കടമെന്ന് പറയാറുണ്ട്. കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും. അപ്പൊ എനിക്കത് പരിഹരിക്കാൻ കഴിയാറ്, കേൾക്കാൻ. സാർ അത് വാസ്തവമാണ്. 2 കാര്യങ്ങൾ നോക്കി ചെയ്യാം. ഒന്ന്, ഇയാളിങ്ങനെ ഒരു വലിയൊരു പ്രണയത്തിലാകുമ്പോൾ ഇയാളുടെ ബ്രെയിനകത്ത് ഒരു ന്യൂറോപാത്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാർ ഓടിക്കാൻ ഒരു ന്യൂറോപാത്ത്, പ്രണയത്തിനൊരു ഇതവിടെ കിടക്കുകയാണ്. ഇത് ഒരു ഇമോഷനായിട്ട് ആദ്യകാല പ്രണയമാണെങ്കിൽ ഇത് മനസ്സിൽ തന്നെ നിൽക്കും, ഇതിനെടുത്ത് കളയാൻ പാടാണ്. അപ്പൊ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നത്, ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു ചോദിക്കാൻ കാര്യം, ഒരുപാട് പേര് ഈ ശേഷം ഇത് ഇപ്പൊ ഇവരെ ഈ പിരിഞ്ഞ ആൾക്കാരെ നമ്മൾ ട്രാൻസിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇവരെ ഒരു ഡിവൈൻ മുറിക്കകത്തുകൊണ്ട് ഇരുത്തുന്നു. ഡിവൈൻ മുറി, അത് പറയണം, ഡിവൈൻ മുറിക്കകത്ത് 2 ചെയറുണ്ട്. ഒരു ചെയറിൽ അപ്പുറത്ത് ആരും ഇരിക്കുന്നുണ്ട്, അതിനിപ്പുറത്ത് നിങ്ങൾ പോയിരിക്കുന്നു. നിങ്ങൾ അവിടെ ഇരുന്നപ്പോൾ അത് കാണുന്നത് നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത ആളാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. തുറന്ന് സംസാരിക്കാൻ പറയും അവിടെ വെച്ചിട്ട് ഓരോന്നും. അപ്പം അയാൾ പറയും, എൻ്റെ വിഷയം ഇങ്ങനെയാണ്, എനിക്ക് പറ്റില്ലായിരുന്നു, നിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല, നിന്നെ അറിയിക്കാൻ പറ്റിയില്ല എന്നത്തെ. അപ്പോൾ അത് ഓരോന്ന് പറയുമ്പോഴേ ഇവർ തെറ്റിദ്ധാരണ ആണെങ്കിൽ അവർ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മുറിയിലോട്ട് കയറുമ്പോൾ എന്ത് അയാൾ പറഞ്ഞാലും ഉൾക്കൊള്ളാനുള്ള മാനസാവസ്ഥയിലായിരിക്കും ഇയാൾ അവിടെ കയറുക. അപ്പം എല്ലാം കഴിയും പറയും, നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈവൻ നൗ ഐ ലവ് യു. പക്ഷെ നമുക്കിത് മറന്നേ പറ്റൂ. നിന്റെ മനസ്സിൽ നിന്ന് എൻ്റെ മനസ്സിലേക്കൊരു ഇമോഷണൽ കോഡുള്ളതായി എനിക്ക് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കും. ഈ ഇമോഷണൽ കോഡ് മുറിച്ചു കളഞ്ഞാൽ പറ്റും. അപ്പോൾ അവരവിടെ ഒരു ടേബിൾ ഇട്ടേക്കും, ഒരു കത്തിയും വെച്ചേക്കും, സർജിക്കൽ സിസേഴ്സ്. കട്ട് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിക്കും. ചിലർ കട്ട് ചെയ്യൂല. അപ്പോൾ ഒരു സെഷൻ കൂടെ വയ്ക്കും. കട്ട് ചെയ്താൽ കട്ട് ചെയ്ത് തീരുമ്പോൾ ഒരു സെഷൻ കൂടെ വയ്ക്കും. അപ്പോൾ അതിൻ്റെ റീസൺ കൂടെ പറയണം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാലിഡ് റീസൺ പറഞ്ഞാലേ പറ്റും. അത് സാധാരണ ഇതിൽ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇമോഷണൽ കോഡ് കട്ട് ചെയ്യാൻ പറ്റും. ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെ ഇമോഷണൽ ചൈൽഡ് ഹീലിംഗ് നടത്താം. നമ്മുടെ ഇപ്പോൾ ചോദിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാര്യം ഒരുപാട് എന്താ പറയാ, നമ്മുടെ യുവതി യുവാക്കൾ
ഈ ബ്രേക്കപ്പിന് ശേഷം സൂയിസൈഡ് ചെയ്യാറുണ്ട്. കറക്റ്റ്. വളരെയധികം ഒരുപാട് ലൈഫ് നമ്മുടെ മുമ്പിൽ പൊലിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ട്. അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു വിഷമം ഉള്ളത് കൊണ്ടാണ് സാറിനെ പോലെ അല്ല സാർ, അത് ഞാൻ തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇമോഷണൽ കോഡ് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് പോയിട്ട് ബാക്കി എല്ലാം ഞാൻ ചെയ്യുന്നത്. കട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല, അത് കിടക്കും. പക്ഷെ എങ്കിലും നമ്മൾ കട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ കോഡിനെ അങ്ങ് നേർപ്പിച്ചു കൊടുക്കും. നേർപ്പിച്ച് ഹിപ്നോ തെറപ്പിക്ക് ശേഷം ഇത്തരത്തിൽ മനസ്സിൽ വേദന അനുഭവിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീക്ക് എത്രത്തോളം ശതമാനം അതിലൊരു കുറവ് സംഭവിക്കും? സാർ, ഒരു 50% ഒക്കെ നല്ല പെട്ടെന്ന് ഹീൽ ചെയ്യും. അവർ വരും അടുത്ത ഒരു 3-4 സെഷൻ കഴിയുമ്പോൾ. പൂർണ്ണമായ ഹീലിംഗ് സാധ്യമാണോ? ഒക്കെ അത് ആണ് സാർ. പിന്നെ ഇതിനൊരു ടൈമുണ്ട് സാർ. ഇപ്പം ഈ ആദ്യത്തെ ഒരു 1-2 ആഴ്ച ഒന്നും ഇത് പറ്റില്ല. ഒരു 40 ഡേയ്സ് കഴിഞ്ഞാലാണ് എനിക്ക് ഉറപ്പായി. അത് ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു ഡെത്തൊക്കെ ഉണ്ടായാലും ഇത് പ്രശ്നമാണ്. അതിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ സാറേ ഞാൻ പറഞ്ഞില്ലേ, ഇവരെ മനസ്സ് അതിന് പാകപ്പെട്ട് വരണം. എത്ര സിറ്റിക്ക് ഉണ്ടെങ്കിൽ എത്ര കഠിനമായ ഒരു ഇമോഷണൽ പെയിനും എത്ര സിറ്റിക്ക് ഉണ്ട് സാർ? അതിനൊരു 4 സെഷൻ മിനിമം. ഒന്നാമത്തെ സെഷൻ വരുമ്പോൾ ഒരു 30%, രണ്ടാമത്തെ സെഷൻ ഒരു 50%, മൂന്നാമത്തെ സെഷൻ. പൂർണ്ണമായ വ്യക്തിയെ മറക്കാൻ സാധിക്കുമോ? മറക്കാനല്ല പറ്റും, ആ ഇമോഷനെ നമുക്ക് നമുക്ക് എങ്ങനെ മോചനം? എങ്ങനെ സാറേ? മെമ്മറീസിൽ നിന്ന് എങ്ങനെ മോചനം? സാറേ, മെമ്മറി വന്നാൽ ഇമോഷൻ വരൂല. മനസ്സിലായി. മെമ്മറി വരും, അത് ഉറപ്പാണ്. എൻ്റെ ഒരു അറിവാണ്. ഞാൻ ഹിപ്നോതെറാപ്പി നമ്മളിപ്പോൾ നെറ്റിൽ നോക്കിയാൽ മിൽട്ടൺ എറിക്സൺ എന്നുള്ള അമേരിക്കയിലെ ഒരു സൈക്കാട്രിസ്റ്റാണ് യഥാർത്ഥത്തിൽ ഹിപ്നോതെറാപ്പി എന്നുള്ള ഈ ആധുനിക സങ്കേതം കൊണ്ടുവന്നത്. അദ്ദേഹം ഹിപ്നോതെറാപ്പിയുടെ ശക്തി വെച്ച് സ്വന്തം പോളിയെ മാറ്റിയിട്ടുണ്ട്. സാർ നെറ്റിൽ കയറി നോക്കും. അതായത് മിൽട്ടൺ എറിക്സൺ, ഈ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം, മിൽട്ടൺ എറിക്സൺ, അതായത് ഹിപ്നോതെറാപ്പിയുടെ ഹിപ്നോതെറാപ്പിയുടെ പിതാവ്, അമേരിക്കയിൽ സൈക്കാട്രിസ്റ്റ് ആണ്, സയന്റിഫിക് ആണ്. പുള്ളിയുടെ സ്ക്രിപ്റ്റുകൾ നെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ പലപ്പോഴും ആ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണ് എനിക്ക് പറ്റിയ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. ഒരു ക്ലയന്റ് വന്നാൽ അയാളെ ട്രാൻസിൽ എന്ത് സ്ക്രിപ്റ്റ് പറയണമെന്ന് ഞാൻ എഴുതും. അത് ഇതൊന്നും എളുപ്പമല്ല, ഈ പറഞ്ഞു പോകുമ്പോൾ എളുപ്പമാണെങ്കിലും ആ സ്ക്രിപ്റ്റ് എഴുതാൻ എനിക്ക് പറ്റും. ഞാനിപ്പോൾ ഈ കുട്ടിക്ക് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടല്ലോ, അങ്ങനെ കൊടുക്കുക. അപ്പം മിൽട്ടൺ എറിക്സന്റെ സ്ക്രിപ്റ്റുകളെ ഞാൻ മിൽട്ടൺ എറിക്സൺ ഇങ്ങനെ എന്തും കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു. ഹി വാസ് എ ഗിഫ്റ്റഡ് പേഴ്സൺ. അദ്ദേഹം സ്വന്തം പോളിയോ എന്ന കൈകാല് ജോൺ കപ്പാസിന്റെ അത് കാലിഫോർണിയ ഹിപ്നോസിറ്റിയുടെ ഫൗണ്ടറാണ്. പുള്ളി വളരെ ഗ്രേറ്റ് ആണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രോഡക്റ്റാണ് ഞാൻ. ഇന്ത്യയിൽ അവർക്ക് സെന്റേഴ്സ് ഉണ്ട്, കാലിഫോർണിയ CHI സർട്ടിഫിക്കറ്റ്, നമ്മളെ കാലിഫോർണിയ ഹിപ്നോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. ഇനി മാനിഫെസ്റ്റേഷൻ, നമ്മളിപ്പോൾ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വ്യക്തികളുണ്ട് മാനിഫെസ്റ്റേഷൻ. ആ ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷനിലൂടെ ലൈഫ് മാറ്റാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടാം, ഒരു കോർപ്പറേറ്റ് ലെവലിൽ തന്നെ ടോപ്പ് ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ IQ EQ ഇതിനെയൊക്കെ റീഡിഫൈൻ ചെയ്യാം എന്നുള്ളൊരു പറയുന്നുണ്ട്. ഈ മാനിഫെസ്റ്റേഷൻ എന്താണ്, അത് ചെയ്യേണ്ടത് എങ്ങനെ? അത് ഞാൻ ഒരു സെഷനിൽ അത് പറയാൻ പറ്റിയ സമയം നമുക്കില്ല. പക്ഷെ മാനിഫെസ്റ്റേഷൻ വാക്കുകൾ പ്രേക്ഷകർക്കായി വളരെ പെട്ടെന്ന് ഞാൻ പറയാം. ഇപ്പൊ സാർ ഇപ്പം യു വാണ്ട് ടു ബി റിച്ച്, റൈറ്റ്? സാറിന് റിച്ച് ആവണം, വെച്ചോളൂ. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്, എളുപ്പമാണ്. അപ്പൊ റിച്ച് ആവണം എളുപ്പം. സാറിന് ഒരു കോടീശ്വരനാണ്. എന്താ എന്റെ വാക്ക്? ബില്യനെയർ. ഒരു ദിവസം ഒരു 10,000 കിട്ടുന്ന തൊഴിൽ സാറ് കണ്ടുപിടിക്കുക. അത് 10,000 ദിവസം ചെയ്താൽ മതി, 1000 ദിവസം ചെയ്താൽ മതി. 1000 ഗുണം 10,000 എന്ന് പറയുമ്പോൾ 1 കോടി തീർച്ചയായിട്ടും ആയല്ലോ. അപ്പൊ സാർ ആദ്യം എന്താ ചെയ്യേണ്ടേ? സാറൊരു കോടീശ്വരൻ തീരുമാനിച്ചാൽ എങ്ങനെ 10,000 രൂപ ദിവസം ശമ്പളം കിട്ടുന്ന ഒരു ജോലി കണ്ടുപിടിക്കാമെന്ന് ആലോചിക്കണം. എളുപ്പം. ഒരു JCB ഡ്രൈവറിന് അത്രയുണ്ട്. രാവിലെ 4 മണിക്ക് പോയാൽ രാത്രി 8 മണി ജോലി എന്നാൽ, ഞാൻ അടുത്ത കാലത്ത് ഒരു JCB വിളിച്ചപ്പോൾ അയാൾ രാവിലെ 3:30 വിളിച്ചിട്ട് എൻ്റെ അടുത്തോട് സാറ് ഞാൻ എത്തിയിട്ടുണ്ട്. 3:30 ഏർലി മോർണിംഗ് വരുന്നു. അയാളൊരു തമിഴ്നാട്ടിലുള്ള ആൾ, ഒരു മുരുകൻ. അയാള് ഞാൻ അയാൾക്ക് 7,000 രൂപ ശമ്പളം കൊടുത്തു. അപ്പോൾ 3:30 ആയുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇനി എനിക്ക് വേറൊരിടത്ത് പരിപാടി ഉണ്ടെന്ന്. ഞാൻ കൂട്ടി നോക്കിയപ്പോൾ അയാൾക്ക് അന്ന് 15,000 രൂപ കിട്ടും. ഇയാൾക്ക് എന്നും വർക്കുണ്ട്. അപ്പൊ അയാൾക്ക് എത്ര ദിവസം വേണം സാർ ഒരു കോടീശ്വരനാവാൻ? അപ്പൊ ഒരു മാനിഫെസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് 1 കോടി രൂപ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം അതിന് എന്താണ് പ്രൊവാക്റ്റീവായിട്ട് സ്റ്റെപ്പ് എടുക്കണം. അപ്പൊ അത് ചിന്തിക്കുക എന്നുള്ളതാണ്. ചിന്തിച്ചിട്ട് നമ്മൾ എഴുതുന്നു ഡേ ബൈ ഡേ ഇൻ എവരി വേ ഐ ആം ഗെറ്റിംഗ് റിച്ചർ ആൻഡ് റിച്ചർ, ബ്രാക്കറ്റിൽ ക്രോർ. അപ്പൊ എന്നിട്ട് ആദ്യം എന്താണ് ചെയ്തത്? പ്രൊവാക്റ്റീവായിട്ടൊരു സ്റ്റെപ്പ് സാർ എടുക്കണം. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ അല്ലേ? അതേ സാറ് ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ സാറിന് ഇത് പറ്റില്ല. സാർ എന്തിനും ഓട്ടോറിക്ഷ ഡ്രൈവർ ആവണം? സ്കില്ല് പഠിച്ചെടുക്കണം. സ്കില്ല് അല്ലാതെ ഒരു തരത്തിലും ചുമ്മാതെ പൈസ ഒന്നും വരില്ല. പക്ഷെ അതിനുള്ള ന്യൂറോപാത്തി ക്രിയേറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി അന്വേഷിക്കുക. സാറേ ഇതെല്ലാം അവൈലബിൾ ആണ്.
പ്രപഞ്ചത്തിന് അനുകൂലമായിട്ട് സാറിന് ഞാനിപ്പോൾ പെട്ടെന്ന് സാർ എന്തെങ്കിലും ആലോചിച്ചതാണോ ഒരു JCB ഡ്രൈവറിന് ഇത്രയും ശമ്പളം ഉണ്ട്? ഇതിനേക്കാൾ സ്ട്രോങ് ആയ പ്രൊഫഷൻസ് ഉണ്ട്. ഞാൻ ഇന്നാള് ഇവിടെ ഒരു ഗ്ലാസ് കട്ട് ചെയ്യുന്ന ഒരു എംപ്ലോയി ഉണ്ട്. ഗ്ലാസ് എന്താണ് ഈ അൺബ്രേക്കബിൾ ഗ്ലാസ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ ശമ്പളം 5000 രൂപയാണ്. നമുക്കത് ചെയ്യാൻ പറ്റില്ല, പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടെ ഇൻകം സാർ എടുത്തു നോക്കുക. അപ്പൊ സാറ് പറഞ്ഞ മാനിഫെസ്റ്റേഷനിൽ ഇൻകത്തിലെ മാനിഫെസ്റ്റേഷൻ ഇങ്ങനെയല്ലേ, അവിടെ എന്താ വേണം? അഡ്വാൻസ്ഡ് ആക്ഷൻ എടുക്കണം. സാർ അത് കുറിച്ച് വെച്ചോ. അഡ്വാൻസ്ഡ് ആക്ഷൻ എടുത്താൽ സാറിനത് സാറിന്റെ കയ്യിരിക്കുന്ന സ്കില്ല് പോലെങ്കിൽ യു ലേൺ അനദർ സ്കിൽ, അല്ലെങ്കിൽ യു അപ്സ്കിൽ യുവർ പ്രസന്റ് സ്കിൽ. കറക്റ്റ്, അതാണ് ഒരു വഴി. മാനിഫെസ്റ്റേഷൻ വർക്ക്സ്. സർ, ബ്രെയിൻ റീവയറിംഗ് ഇപ്പോ കേൾക്കുന്ന മറ്റൊരു കോൺസെപ്റ്റാണ് ബ്രെയിനെ റീവയർ ചെയ്യുക. അതിനെപ്പറ്റി ഒന്ന് പറയാമോ സാറേ? ഇത് ബ്ലൂ പ്രിന്റ് കറക്ഷൻ എന്നാണ് ഞാൻ പറയാ. സാറിന്റെ ഭാഷയിൽ ബ്ലൂ പ്രിന്റ് കറക്റ്റ്. അത് സാർ ഇപ്പൊ ജനിച്ചപ്പോ ആരോ പറഞ്ഞു നീ ഒരിക്കലും രക്ഷപ്പെടില്ല, നീ ദരിദ്രനാണെന്ന് പറഞ്ഞാൽ സാർ എന്ത് ചെയ്യും? ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് അവന് ചോദ്യം നിനക്ക് എന്ത് വേണം? അവൻ പറയും എനിക്ക് റിച്ച് ആവണമെന്ന് പറഞ്ഞാൽ എളുപ്പ വഴി ഇവനെ കൊച്ചുകുട്ടി ആക്കിയിട്ട് ഇവൻ ഇങ്ങനെയുള്ള ഫില്ല് ചെയ്ത് കൊടുക്കുക. ബിസിനസ് ചെയ്ത് റിച്ച് ആവുന്ന, സേവ് ചെയ്ത് റിച്ച് ആവുന്ന, റിച്ചായ വേറെ വഴികളുണ്ട്. സ്പെൻഡിങ് കുറയ്ക്കണം. സ്പെൻഡിങ് കുറയ്ക്കുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളായി മാറിയാൽ ഇയാൾക്ക് എന്താവാൻ പറ്റും? ഈയിടെ തന്നെ ഒരിടത്ത് വായിച്ചോല്ലേ, സാലറി സ്കാം. അതെ, അത് കറക്റ്റ് ആണ്. അപ്പൊ അവിടെ വേറെ വഴികളുണ്ടല്ലോ. ഈ വഴികളിലേക്ക് ഇയാളെ മനസ്സിനെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. നോബഡി ബിക്കേം റിച്ച് ത്രൂ സാലറി എന്നാണ്. ഇല്ല, അത് ഇമ്പോസിബിൾ ആണ്. അവർക്ക് ജീവിക്കാൻ പറ്റും. അല്ലെ പിന്നെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പഠിക്കണം. സാലറി ഉള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു നല്ല SIP ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പഠിച്ചാൽ അയാൾക്ക് ഒരു 50 വയസ്സാകുമ്പോൾ അയാൾക്ക് റിച്ച് ആവാൻ പറ്റും, അല്ലെങ്കിൽ പാടാണ്. അപ്പൊ ഇവിടെ അയാൾ ആ ബ്രെയിനിനെ തന്നെ നമുക്ക് റീവെയർ ചെയ്യുക. അതിനാണ് നമ്മൾ പറയുന്നത് ഇത് ബ്ലൂ പ്രിന്റ് കറക്ഷൻ സാധ്യമാണ്. അതായത് റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനി ഹോപ്പിനോപ്പിനോ നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, മണി അട്രാക്ട് ചെയ്യുന്ന ഒരു, അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺസെപ്റ്റ്. സാറേ, ഈ ഹോപ്പിനോപ്പിന് യഥാർത്ഥത്തിൽ ഒരു ഹവായി മെഡിറ്റേഷൻ ആണ്. ഹവായി ദ്വീപിലെ ആൾക്കാരുടെ മനസ്സിനെ ഹീൽ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ആണ്. ഇഫ് യുവർ മൈൻഡ് ഈസ് ഹീൽഡ് എവറിത്തിങ് ഹീൽസ്. അവർ ഉപയോഗിക്കുന്ന 4 വാക്കുകളാണ്. ഐ ആം സോറി. ഇപ്പൊ ഉദാഹരണത്തിന് എന്നെ ഒരുത്തൻ ഒരു വീട് വെച്ചപ്പോൾ വീട് വച്ചരാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച് എന്നതിന് 15 ലക്ഷം രൂപ അടിച്ചോണ്ട് പോയി. ഞാൻ അവനെ കുറിച്ച് തെറി പറയും തോറും യഥാർത്ഥത്തിൽ അവനല്ല നശിക്കുന്നത്, മറിച്ചാരാണ്? ഞാൻ നേരത്തെ വർക്ക് ചെയ്ത് നല്ലൊരാളിനെ കണ്ടുപിടിക്കാത്ത ആരെ കുഴപ്പമാണ്? എൻ്റെ കൂടെ കുഴപ്പമാണ്. അപ്പം നമ്മൾ അവനെ കാണുമ്പം നമ്മൾ പറഞ്ഞു ഐ ആം സോറി, എന്നോട് പ്ലീസ് ഫർഗീവ് മീ, നിന്നെക്കുറിച്ച് അതും ഇതൊക്കെ ചിന്തിച്ചു, ഐ ലവ് യു, സ്റ്റിൽ ഐ ലവ് യു, ഐ താങ്ക് യു. അവനെ ബ്ലെസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ബ്ലെസ്സിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി എനിക്ക് എന്നോട് പറയല്ല, സുരേഷ് ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഇങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് മനസ്സ് മാറിക്കഴിഞ്ഞാൽ ഹേട്രഡ് ഇല്ലല്ലോ. അപ്പോഴും നമുക്കൊരു സുഖം കിട്ടുമല്ലോ. ഇതിനെയാണ് ഹോപ്പിനോ എന്നുള്ള മെഡിറ്റേഷനാക്കി മാറ്റുന്നത്. അത് വളരെ പവർഫുള്ളാണ്. ഞാൻ എൻ്റെ എല്ലാ ഹിപ്നോ തെറാപ്പിയിലും ആഡ് ചെയ്യാറുണ്ട്. ഇത് പറയും ഐ ആം സോറി. ചില അമ്മയുടെ അടുത്ത് പറയും ഐ ആം സോറി മദർ, പ്ലീസ് ഫർഗീവ് മീ, ഞാൻ മൊബൈൽ ഫോൺ കണ്ടു, ഐ ലവ് യു, താങ്ക് യു, ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ കാണില്ല എന്ന് ഇതിനകത്ത് പറയിച്ചാൽ സെയിം തിങ് ഹോപ്പിനോയുടെ ആ കൺസെപ്റ്റിനെ ഞാൻ ഈ സൈക്കോതെറാപ്പിയിൽ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയില്ലേ? ശരി, വ്യക്തമായി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, ഇമോഷണൽ കോഡ് കട്ടിംഗ് ഒന്ന് വിശദമാക്കാമോ? സാറേ, ഇമോഷണൽ കോഡ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഏകദേശം ഒന്ന് സൂചിപ്പിച്ചു സാറിന്. അത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അമ്മയുടെ സോറി അത് വേണ്ട, ഒരു എന്താ പറയുക, അടുത്ത കാലത്ത് ഒരു സ്ത്രീ, ഒരു ലേഡി, അവർ ഷീസ് ആൾമോസ്റ്റ് 50, ബ്രദർ, അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ച അനുജനാണ്. അയാൾക്ക് 48 വയസ്സായി. അയാൾ ഫിനാൻഷ്യലി ഇവർ തകർന്നു കിടന്നപ്പോൾ ഗൾഫിൽ ചെന്ന് ഏൺ ചെയ്ത് ഏകദേശം 2 കോടി രൂപ ഇവർക്ക് കൊടുത്ത് ഇവരെ ഫാമിലിയെ പൊക്കിയെടുത്ത് അതിശക്തനായ ഒരു ബ്രദർ പെട്ടെന്നൊരു ഡിസീസ് വന്ന് ഇവിടെ തിരുവനന്തപുരത്തൊരു ഹോസ്പിറ്റലിൽ, പേര് ഞാൻ പറയുന്നില്ല, നമ്മൾ ഇത് പ്രക്ഷേപണം ചെയ്തുകൊണ്ട്, ഡോക്ടർമാരുടെ പ്രശ്നം കാരണം ഇയാൾ മരിച്ചു. ഒരു സർജറി ചെയ്തിട്ട് ശരിയായില്ല, മരിച്ചുപോയി. അപ്പോൾ അതോടുകൂടി ഇവർ തകർന്ന് അയാളെ കൊല്ലണേ, ഡോക്ടറെ കൊല്ലണേ, ഇവർ ഇതിനു വേണ്ടി ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തു. അവർ പറഞ്ഞ് 15 ലക്ഷം രൂപ കൊടുത്താലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് പറയാതെ അപ്പൊ അത്രത്തോളം ഇവരെ മനസ്സ് യെസ്. അപ്പോഴ് ഞാൻ അവരെ ഇതേപോലെ ട്രാൻസിലോട്ട് കൊണ്ടുപോയി. ഇമോഷണൽ കോഡ് ബ്രദർ നിങ്ങളോട്ടുണ്ട്. പുള്ളി
ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഹിന്ദുമത സങ്കല്പം പ്രകാരം ദൈവത്തിൽ ലയിക്കണം. ദൈവം വിളിച്ചിട്ടാണ് പുള്ളി പോയത്. പുള്ളിയെ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചു എവിടെ ആയിരിക്കാം പുള്ളി പോയത്? അത് ശ്രീരാമൻ്റെ അരികിലായിരിക്കും. എളുപ്പമായി. നിങ്ങളിപ്പോൾ സരയൂ നദിയുടെ തീരത്ത് നിൽക്കുകയാണ്. ശ്രീരാമൻ ഒരു ബോട്ട് അയച്ചു കൊടുത്തു. നിങ്ങളുടെ ബ്രദറിനെ ബോട്ടിനകത്ത് കയറ്റി ഇരുത്തു. അത് താനെ തുഴഞ്ഞ് ശ്രീരാമൻ്റെ അടുത്തേക്ക് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇത് പോകുന്നതനുസരിച്ച് ഇമോഷൻ കുറഞ്ഞൊരു ടാറ്റ പറഞ്ഞ് അങ്ങ് വിടും. പിന്നെ ബാക്കി ഇമോഷൻ ഉണ്ടെങ്കിൽ കോഡ് കട്ട് ചെയ്ത് അത് ടൈം എടുക്കും. അവരെ ആചാരം മനസ്സിലാക്കണം. അവരിത് പറയണം. അവർ പറയണം അവിടെ ചെന്ന് ലയിച്ചു എന്ന് പറയുമ്പോഴേ നമുക്ക് അതനുസരിച്ച് അത് വളരെ ശ്രമകരം. പക്ഷെ അവർക്കത് ഹിന്ദുക്കളുടെ ശവസംസ്കാര ചടങ്ങിൽ ഇങ്ങനെ ഒരു ത്രെഡ് ഇങ്ങനെ കത്തിച്ച് ഇവിടെ മൈൻഡിൽ ചെയ്യുന്നു, ഇവിടെ ഫിസിക്കലായിട്ട് അത് സാർ അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. പിന്നെ എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന കേട്ടാൽ ചിലർക്ക് ഞാൻ ചെയ്തിട്ട് വർക്ക് ചെയ്യാതെയും ചിലപ്പോൾ 3-4 സെഷൻസ് വേണ്ടി വരും. ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ മരിച്ചു കഴിഞ്ഞിട്ട് 40 days കഴിഞ്ഞ് മുമ്പ് ഇത് ചെയ്യാൻ പാടില്ല. അവരിത്തിരി കരയട്ടെ, കരഞ്ഞ് തീരട്ടെ, ദുഃഖിക്കട്ടെ. അത് ഒരിക്കൽ ഒരു ലേഡി ഒരു ഭർത്താവ് ഉപേക്ഷിച്ച ആളാണ്. അയാൾ വേറൊരു സ്ത്രീ എടുത്ത് പോയി. ഈ കുട്ടിക്ക് 9 വയസ്സുള്ളൂ. ഈ കുട്ടിയെ കൊണ്ട് സന്തോഷത്തിന് വേണ്ടി ഇവിടെ പോയി. എവിടെയാണ് നമ്മുടെ ഊട്ടി പോയി കാറിൽ സുഹൃത്തുക്കളോട്. തിരിച്ചു വരുന്ന വഴിക്ക് ഈ കുട്ടി ആഹാരം കഴിച്ചിട്ട് ഒരു മടി കിടന്ന് കരഞ്ഞ യഥാർത്ഥത്തിൽ അത് കഴിച്ച ചോറ് ലങ്സിനകത്ത് കുരുങ്ങിയിട്ട് അത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോയില്ല. വീട്ടിൽ വന്നു. അവനെ കൊണ്ട് കിടത്തി. അവിടെ കിടന്ന് ഈ കുട്ടി മരിച്ചുപോയി. 9 വയസ്സ് കെട്ടിപ്പിടിച്ച് കുട്ടി മരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിലൊക്കെ കുറെ കരഞ്ഞ് തന്നെ തീരണം. അകത്ത് കെട്ടിവെക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് ഈ ഇമോഷണൽ കോഡ് കട്ടിങ്ങിലൂടെ ഒരു പരിധിവരെ ഞാൻ അവരെ, പക്ഷെ അതൊക്കെ സാറേ അവർക്ക് പറ്റില്ല. ഹസ്ബൻഡില്ല, ഒരു കുട്ടിയേ ഉള്ളൂ. നാട്ടുകാർ തെറി പറയും, നീ ഒറ്റയ്ക്ക് ടൂർ പോയെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള സങ്കടകരമായ കാര്യങ്ങളും നമ്മളടുത്ത് വരും. അതൊന്നും ചിലത് നമുക്ക് പറ്റില്ല സാർ. സാറിന്റെ ഏതെങ്കിലും ഒരു ഹിപ്നോതെറാപ്പി ആ ഒരു സെഷൻ ഇടയ്ക്ക് സാർ ഇമോഷണൽ ആയി പോയ ഏതെങ്കിലും സംഭവം ഉണ്ടോ? സാറിന്റെ ആ ഒരു ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. സാറിന് ഇനി ഇമോഷണൽ ആയി പോയി ഏതെങ്കിലും? ഇമോഷണൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഒരിക്കൽ ഒരു പെൺകുട്ടി, രണ്ട് ഭയങ്കര എക്സ്ട്രീം ഡിഫറൻസ് ഉള്ള മതങ്ങളാണ് രണ്ട് തമ്മിൽ. പക്ഷെ അവർ തമ്മിൽ അതിഭയങ്കരമായ പ്രണയത്തിലാണ്. അപ്പോൾ ഞാൻ ഇമോഷണൽ കോഡ് കട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവൾ പറഞ്ഞു, സാറേ അങ്ങനെ ചെയ്യരുത്, ഈ ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അയാളെ മറക്കാൻ. അവളിങ്ങനെ ഏങ്ങി കരയാണ്. അപ്പോൾ ആ കരച്ചിലിൻ്റെ ഇതുകൊണ്ട് അവൾക്ക് പാനിക് അറ്റാക്ക് ഒന്ന് കിടന്നപ്പോൾ. അപ്പോൾ നമുക്കിത് കണ്ടാൽ സങ്കടം വരും. കാരണം അവൾ എത്രത്തോളം ഗാഢമായി അയാളെ സ്നേഹിക്കുന്നു. ആ ഷേഴ്സുള്ളി 20, അയാളും 20, സെയിം ക്ലാസ്. ഒരിക്കലും മാരേജ് നടക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ വളരെ ഡിഫറൻ്റ് ആയ റിലീജിയനാണ്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അതിഭയങ്കര വ്യത്യാസമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കും അത് ആ കൊച്ചിൻ്റെ കണ്ണീരൊക്കെ നമ്മൾ കാണുകയാണ്. ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം നമുക്കും ഓക്കെ കട്ട് ചെയ്യണ്ട മോളെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടകരമായ കാര്യങ്ങളാണ്. അവരുടെ വികാരം നമ്മൾ കാണുകയല്ലേ സാറേ. ഏങ്ങി കരയും പറഞ്ഞിട്ട്. സാർ എന്താണ് ഇമോഷണൽ ചൈൽഡ് എന്ന് വ്യക്തമാക്കാമോ? സാറേ ചില ആളുകൾക്ക് അകാരണമായി ദുഃഖം വന്നുകൊണ്ടിരിക്കും. എന്താണ് റീസൺ എന്നറിയാം. ഒരുപക്ഷെ കൊച്ചിലെ അച്ഛൻ എപ്പോഴും ഒരുപാട് തല്ലിയതാവാം, മാമൻ വഴക്ക് പറഞ്ഞതാവാം, അമ്മ ഉപേക്ഷിച്ചതാവാം, ആഹാരം നേരെ കൊടുക്കാത്തതാവാം. ഇങ്ങനെ അവരുടെ ബാല്യകാലം കംപ്ലീറ്റ് സങ്കടകരമായ ബാല്യകാലം ഇതിങ്ങനെ അകത്തിരിക്കും. അവർക്ക് ആരോടെങ്കിലും വിഷമം പറയാൻ പറ്റിയില്ല. അപ്പൊ ഈ സാധനത്തിനെ ഉള്ള ഒരാളിനെ നമ്മൾ ഹിപ്നോസിസിലോ ട്രാൻസിലോ കൊണ്ടുപോയിട്ട് ഒരു മുറിക്കകത്ത് കൊണ്ടിരുത്തും. അവിടെ ഇയാളുടെ ബാല്യകാലത്തിലുള്ള കുട്ടി അവിടെ ഇരിക്കുന്നത് കാണിച്ചു കൊടുക്കും, നോക്കാൻ പറയും. അപ്പോൾ അവൾ കരയുന്നുണ്ട്. എന്ത് കരയണം? ഇന്ന സങ്കടം. അപ്പം നമ്മൾ പറയും, ഞാനിപ്പോൾ ഇത്രയും വലുതായി, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്, നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ പറയും. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ തടവി കൊടുക്കും. അവളെ കണ്ണീര് ഇങ്ങനെ പറ്റും. ഓരോ സങ്കടങ്ങൾ അവൾ പറഞ്ഞ് കെട്ടിപ്പിടിക്കും. രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അവൾ വിടാൻ പറയും. ഇപ്പം പറയും, നീ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട്, ഇനി നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ എല്ലാം പറയാൻ പറയും. ഇപ്പോൾ അവർ പറയും, ഞാനിപ്പം വലുതായി, അന്ന് എനിക്ക് നിന്നോട് ഒന്നും ചെയ്യാൻ, നീ അവരോട് ക്ഷമിച്ചു കൊടുത്തേരെ, ഞാൻ നിന്നെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് പറയുമ്പോൾ സന്തോഷം വരും. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒന്നാക്കി ചേർത്ത് ഞാൻ എടുത്തിഞ്ഞുകൊണ്ടുവരും. പിന്നെ ആ ഇമോഷണൽ സൈഡ് ഹീൽ ചെയ്യും. നല്ലൊരു ടെക്നിക്കാണ്. ഞാൻ ഒരുപാട് പേർക്ക് ചെയ്ത് 100% വിജയിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇനി നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് ഒരുപാട് ചതിക്കുഴികളിൽ ചെന്ന് പെടാറുണ്ട്.
ആ കുട്ടികളോട് സാറിന് പറയാനുള്ള ഒരു ഉപദേശം എന്താണ്? എൻ്റെ പൊന്ന് സാറേ, അത് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം 12 വയസ്സായ പെൺകുട്ടി പോലും പ്രണയത്തിൽ വെച്ചാടുന്ന എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ പോലും അപകടമാണ്. കാരണം അവർ ചിലപ്പം അച്ഛനും ഇല്ലാതെ വീട്ടിൽ വരുന്നുണ്ട്. ഞാനിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. കാരണം എനിക്ക് എൻ്റേതായ ഒരു മാന്യതയുണ്ട്. അത് അത്രത്തോളം വൈകൃതമാണ് അവരുടെ പ്രണയം. പിന്നെ ചില പെൺകുട്ടികൾ പറ്റിപ്പോകുന്നു. അവർക്കൊരു 15 മാംസനിബദ്ധമായിക്കൊണ്ടിരിക്കും. അതായത് 15-16 വയസ്സ് കാണും. ഈ പ്രേമിച്ചവൻ മിക്കവാറും ഇന്റർനെറ്റ് വഴിയോ ഇൻസ്റ്റാഗ്രാം വന്ന് അവനൊരു 26 വയസ്സും കാണും. ഉറപ്പാണ് അവൻ്റെ ഉദ്ദേശം വേറെയാണ്. പക്ഷേ ഈ ചതികുഴിപ്പിൽ ചാടിക്കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ എൻ്റെ ഒരു പ്രണയം സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും വഴി? പ്രണയം സംഭവിക്കട്ടെ, പക്ഷെ പ്രണയം വേണം. ആരോട്? 18 വയസ്സിൽ പ്രണയിക്കുന്നൊരു കുട്ടി ഏതെങ്കിലും ഒരു മാർജിൻ ഫ്രീ ഷോപ്പുകാരനെ എവിടെ ആഗ്രഹം ഡോക്ടർ അവരാണ്, അവനെ പ്രണയിച്ചിട്ട് കാര്യമില്ലല്ലോ. അവൻ്റെ സാമ്പത്തികം എന്ത്, അവൻ്റെ പഠിത്തം എന്ത്, അവൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്ത്, അവൻ്റെ അച്ഛനെ കരിയക്കുട്ടി ആ വീട്ടിൽ പോയി താമസിക്കാനുള്ളല്ലോ, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പ്രണയിക്കുന്നതിലൊന്നും. പിന്നെ കേരളത്തിലെ അവസ്ഥ വെച്ചിട്ട് എക്സ്ട്രീം ജാതി ഇപ്പോൾ കൂടുതലാണ് കേരളത്തിൽ. സത്യം ഞാൻ പറയാം. ഇല്ല എന്ന് പറയുമ്പോഴും ചില കുട്ടികൾ ഇതുകൊണ്ട് തകർന്നു പോകാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് പ്രണയം ഇല്ലാതിരിക്കുന്നതാണ് അങ്ങനെയൊക്കെ നല്ലത്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഒന്നാവാൻ കേരള സമൂഹം, കാരണം സാമ്പത്തികം കാണൂല. ഇനി ഇറങ്ങിത്തിരിക്കുന്ന ആണിനൊരു പ്രശ്നമില്ല, പെണ്ണിൻ്റെ ജീവിതം പോക്കാണ്. അവൾ പ്രണയിച്ചു കഴിഞ്ഞാൽ അവൾ ഗർഭിണിയാവുന്നു, പ്രസവിക്കുന്നു. അപ്പോൾ ഉടൻ ആവുമെന്നില്ലെന്നുള്ളത് ഇതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും കുട്ടി ആലോചിക്കില്ല. അപ്പോൾ പെൺകുട്ടിക്ക് അമ്മ വേണം, അച്ഛൻ വേണം. ഇതൊന്നും ഇല്ലാതെ ഒരു പെൺകുട്ടിക്ക് ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ കഴിയും. മിക്കവാറും പ്രണയിക്കുന്ന ആളിന് ഇതിനുള്ള കപ്പാസിറ്റി കാണില്ല. പിടികിട്ടുന്നില്ലേ? പിടികിട്ടുന്നുണ്ട്. ഇതാണ് എനിക്കപ്പോൾ നമ്മൾ നല്ലതാണ്. പക്ഷേ ഇത് ആരാണ് ഓപ്പോസിറ്റ് പാർട്ടി നോക്കി എന്തെങ്കിലും തൊഴിൽ സാധ്യതയോ ജീവിതമോ കൊണ്ട് നോക്കിയിട്ട് മാത്രം കമ്മിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ട്രോമാറ്റിക് ഇവൻസിലൂടെ കടന്നു പോകും. ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഉള്ളത് നല്ലത് കറക്റ്റ് ആണെങ്കിൽ മാത്രം. പക്ഷേ ഏത് പ്രണയമായാലും കല്യാണത്തിന് മുമ്പ് ഫിസിക്കലായിട്ട് ഒരു പ്രണയം വേണ്ട. അത് ആണിനെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല, പെണ്ണിനെ സംബന്ധിച്ച് അപ്പം ചോദിക്കില്ലേ. ഒരുപാട് പെൺകുട്ടികൾക്ക് മാനിയാക്ക് ഒരു ചെറിയ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉള്ള കുട്ടികൾ ഇത് ചെല്ലും, അവർ പ്രണയിക്കും, അവർ കൂടെ പോവും, കാറിൽ കയറി സഞ്ചരിക്കും, അപകടങ്ങൾ നടക്കും. അതൊക്കെ പലപ്പോഴും മാനിയാക്ക് ആണെങ്കിൽ അത് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് വേണം. അങ്ങനെ ട്രീറ്റ് ചെയ്ത ഒരുപാട് കേസുകൾ എനിക്കറിയാം. അപ്പോൾ അത് കൗൺസിലിങ്ങിൽ മാത്രമൊന്നും മാറില്ല. അത് സത്യമാണ്. ശരി, ഇനി അടുത്ത ചോദ്യം. എന്തുകൊണ്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം? വൈ അവർ മൈൻഡ് ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ? നമ്മളെപ്പോഴും താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെ പറയാനായിട്ട് പലപ്പോഴും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അല്ല, സാർ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. സാറേ അതെ, എന്താണ് ഇത് വളരെ സിമ്പിൾ അല്ലേ? സാറിനിപ്പം എത്ര വയസ്സായി ചോദിക്കും? ബ്രെയിനിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ട്? പിന്നെ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും. നമുക്കറിയില്ല ബ്രെയിനിനകത്ത് വരുന്ന ഹോർമോൺ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്നും ആരും അളന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ താങ്ക്ഫുൾ ആകുമ്പോൾ റിലാക്സേഷന്റെ ഹോർമോൺസ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ മുഖം പ്രസന്നമാവുമല്ലോ. ആ പ്രസന്നമാവുന്ന മുഖത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അത് മാത്രമല്ല, ഞാൻ എൻ്റെ അമ്മയോട് താങ്ക്ഫുൾ ആവണ്ടേ? തീർച്ചയായിട്ടും. ലോകത്തിൽ ഏറ്റവും കഠിനമായ വേദന എടുത്ത് എന്നെ പ്രസവിച്ചില്ലേ? തീർച്ചയായിട്ടും. അതിനേക്കാൾ വലിയ വേദന ഇല്ലല്ലോ. ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അമ്മ അനുഭവിച്ചില്ലേ? ഞാനത് മറന്നില്ലേ? പക്ഷെ അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അമ്മ എന്നെ ആദ്യത്തെ 5 വർഷം എന്നെ വളർത്താനെടുത്ത ഒരു സ്ട്രെസ് ആലോചിച്ച് നോക്കി. എൻ്റെ വേസ്റ്റ് എല്ലാം വലിച്ച് എൻ്റെ മൂത്രമെടുത്ത്, എൻ്റെ ഇച്ച് വാരി, എന്നെ കുളിപ്പിച്ച്, എനിക്ക് പൊട്ടിട്ട്, എൻ്റെ ഛർദിൽ വാരി. കറക്റ്റ്. ഇത്രയും വാരുന്ന അമ്മയോട് ഞാൻ താങ്ക്ഫുൾ ആണ്. ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു മൈ മദർ. വേണ്ടേ? മൈ ഫാദർ വേണ്ടേ? മൈ ടീച്ചേഴ്സ് വേണ്ട? അങ്ങനെയുള്ളൊരു മനസ്സ്. പിതാവിനോ പിന്നതിൽ പാതിമേയായ മാതാവിനോ. കറക്റ്റ്. ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്നേഹത്തോടെ സംരക്ഷിക്കാൻ നമുക്ക് എൻ്റെ കണക്ക് വെച്ചിട്ട് നമുക്ക് രണ്ടുപേരോട് മാത്രമേ നമുക്ക് കടപ്പാട് സത്യമായിട്ടുള്ളൂ. അത് അമ്മയോടും അച്ഛനോടും. പക്ഷെ അതേസമയത്ത് പല വീടുകളിലും അപ്പനും അമ്മമ്മയും ഇതേപോലെ ഗ്രേറ്റ്ഫുൾ ആവേണ്ട വ്യക്തികളാണ്. സഹോദരങ്ങൾ, അവരോടൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞാൽ അവർക്കൊരു ആവശ്യം വന്നാൽ നമുക്ക് പോകണമെന്ന് തോന്നുന്നില്ല. ഗ്രേറ്റ്ഫുൾ മനസ്സിലായിട്ട് കാര്യമല്ല, ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ് ഫിസിക്കലി. നമ്മൾ കുറേ ക്വാളിറ്റി ടൈം അവർക്ക് കൊടുക്കുക. നിങ്ങൾ അച്ഛൻ വയസ്സായിരിക്കുമ്പോൾ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയി വെറുതെ ഇരിക്കണമെങ്കിൽ യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു ഹിം. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമോ? അല്ലേ? നിങ്ങൾ വിദേശത്തേക്ക് സാറേ, വിദേശത്തേക്ക് പോയി താമസിക്കുന്ന എത്ര മക്കൾക്കാണ് അച്ഛനോട് ഗ്രേറ്റ്ഫുൾ ആകാൻ പറ്റുക? എനിക്കറിയാം പല കേസുകളിലും മക്കൾ വിദേശത്താണ്, മരിച്ചാൽ പോലും ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യത്തിലായ എത്രയോ കേസുകൾ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അവർ ഗ്രേറ്റ്ഫുൾ ആയി പോകുമ്പോഴത്തെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അവസാന ചോദ്യത്തിലേക്ക്.
മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും തമ്മിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇവ രണ്ടും രണ്ടാണോ? സാറേ ഇത് സാർ ഇപ്പം എന്ത് ചെയ്യുന്നു? നൗ വാട്ട് യു ആർ ഡൂയിങ്? സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും അടുത്ത ചോദ്യം ഇല്ല, സാർ ഇരിക്കുന്നു. ആ. ഇരിക്കുന്നു എന്ന് സാർ തിരിച്ചറിയുമ്പോൾ, സാറിന്റെ കാല് തറയിൽ തൊട്ടതും സാറിന്റെ ബട്ടക്സ് കസേരയിൽ അമർന്ന് ചിന്തിക്കുമ്പോൾ യു ആർ ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ചോദ്യം ചോദിച്ചത് അടുത്ത കാര്യമാണ്. തീർച്ചയായും യു ആർ നോട്ട് അവെയർ ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. അത് അറിഞ്ഞു കഴിയുമ്പോൾ യുവർ മൈൻഡ് കം ടു ദ സ്റ്റാൻഡ് സ്റ്റിൽ. ദാറ്റ് ഈസ് കാൾഡ് മൈൻഡ്ഫുൾനെസ്. വേറെ ചിന്തകളിൽ നിന്ന് സാറ് മുക്തനാവും. സാധാരണ ചിന്തകൾ ഭൂതകാലത്തിലേക്ക് അലയും, ഭാവി കാലത്തിലേക്ക് അലയും. നമ്മൾ പ്രസന്റ് മുന്നിൽ ജീവിക്കുന്നില്ല. സാറ് നാളെ കുളിക്കുമ്പോൾ വെള്ളത്തിന്റെ തണുപ്പറിഞ്ഞ്, സോപ്പിന്റെ മണമറിഞ്ഞ്, അതിന്റെ പതയുടെ സുഖമറിഞ്ഞ്, വെള്ളത്തിന്റെ എല്ലാം അറിഞ്ഞ് കുളിച്ചാൽ യു ആർ മെഡിറ്റേറ്റിംഗ്. ദാറ്റ് ഈസ് കാൾഡ് മൈൻഡ്ഫുൾനെസ്. എന്ത് ചെയ്യുന്നുവോ അതിൽ പൂർണ്ണ 5 ഇന്ദ്രിയങ്ങൾ വച്ച് ശ്രദ്ധിച്ചാൽ അതിന് പറയുന്ന പേരാണ് മൈൻഡ്ഫുൾനെസ്. അത് അമേരിക്കയിൽ 1980 ജോൺ കബാസൻ എന്ന് പറയുന്ന MIT മൈക്രോബയോളജിസ്റ്റ് ആണ്. അത് ബുദ്ധിസ്റ്റ് കൺസെപ്റ്റാണ്. സാറ് കുളിക്കുമ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴും ബാത്ത് ചെയ്യുമ്പോഴും മാത്രം ശ്രദ്ധിച്ചാലും 10 ശ്വാസം എണ്ണി നോക്കിയാലും സാർ മൈൻഡ്ഫുൾ. ഇത്രയും മാത്രം മതി മൈൻഡ്ഫുൾനെസ്സിന്. പക്ഷേ എന്നും ചെയ്യുമ്പോൾ ഇറ്റ് മേക്ക് വണ്ടർഫുൾ കുമുലേറ്റീവ് ഇഫക്റ്റ്. ഞാൻ എൻ്റെ കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ മൈൻഡ്ഫുൾനെസ് മാത്രമാണ്. നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? നമ്മുടെ ബ്രെയിൻ റീവയറിംഗ് നടക്കും, മനസ്സ് കാം ഡൗൺ ചെയ്യും. നേരത്തെ പറഞ്ഞ ബ്രെയിൻ റീവയറിംഗിലേക്ക് അത് മെഡിറ്റേഷൻ തന്നെയാണ്. സാറ് കുളിക്കുമ്പോൾ സാറ് നാളെ തൊട്ട് കുളിമുറിയെ മെഡിറ്റേഷൻ റൂം ആക്കിക്കോ. മെഡിറ്റേഷൻ മീൻസ് വൺ തോട്ട്. ശരിയല്ലേ? ശരിയല്ലേ? മൈൻഡ്ഫുൾനെസ് മീൻസ് തോട്ട് അബൌട്ട് ദ പ്രസന്റ് മൊമെന്റ്. എല്ലാം നമ്മൾ അറിഞ്ഞാൽ വീണ്ടും മൈൻഡ്ഫുള്ളായി പിടികിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ നിമിഷത്തെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അവയർനെസ് ഓഫ് വാട്ട് വി ആർ ഡൂയിങ്. സാറ് നാളെ സാർ എന്താ രാവിലെ കഴിക്കാൻ സാധ്യത? രാവിലെ എന്താ കഴിക്കാൻ സാധ്യത? ഭാര്യ എന്ത് തരും സാറിന്? പറഞ്ഞോ. പുട്ട്. സാറിന് ദോശയും സാമ്പാറും തന്നു. സാർ അതിനെ മുക്കി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവർക്കും ഒരു സന്തോഷം. ആ രസം കംപ്ലീറ്റ് ഉൾക്കൊണ്ട് സാറ് കഴിച്ചാൽ ദാറ്റ് ഈസ് കാൾഡ് മൈൻഡ്ഫുൾനെസ്. ഞാൻ തിരുവനന്തപുരത്ത് മൈൻഡ്ഫുൾനെസ്സിന്റെ ക്ലാസ് എടുക്കാറുണ്ട്. ഹിപ്നോതെറാപ്പിയും മൈൻഡ്ഫുൾനെസ്സിനും ഞാൻ 2 മാസത്തിലൊരിക്കൽ തിരുവനന്തപുരത്ത്. ഈ മൈൻഡ്ഫുൾനെസ് എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. അത് വളരെ സ്ട്രെസ് റിലീഫിന് അതിനപ്പുറത്ത് ഒരു മാർഗ്ഗമില്ല. കുട്ടികളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കാൻ അതിനപ്പുറം നല്ലൊരു മാർഗ്ഗമില്ല. ഞാനത് ഒരുപാട് എടുത്ത് വിടുക. സാറും വിട്ടിട്ടുണ്ടല്ലോ സാറിന്. അപ്പോൾ അതിനെ വിടാറുണ്ട്. ഞാൻ ഹിപ്നോതെറാപ്പിക്കും ക്ലാസ് കൊടുക്കാറുണ്ട്, ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഇത് വലിയൊരു ഓഡിയൻസിനല്ല, ആവശ്യക്കാർ എൻ്റെ അടുത്ത് വരും. സാർ, ഈ 2 ദശകങ്ങളായി ഏകദേശം എത്രത്തോളം മനസ്സുകളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്? സാർ ഒരു ദിവസം 5 മിനിമം. 5 × 20 വർഷം നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. 20 വർഷം ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് 2010 ശേഷമൊക്കെ ചില ദിവസം അത് 10 സെഷൻ വരെ എടുത്തിട്ടുണ്ട്. രാത്രി 1:30 വരെ എടുത്ത ദിവസങ്ങളും ഉണ്ട്. രാവിലെ 5:30 തുടങ്ങിയ ദിവസങ്ങളും ഉണ്ട്. ഈ മനസ്സുകളിലൂടെ സഞ്ചാരം നടത്തിയ ശേഷം ആ ഒരു ചിലപ്പോൾ അവരുടെ ഒരു മനസ്സിന്റെ ചില അവസ്ഥാവിശേഷങ്ങൾ സാറിനെ ബാധിക്കാമല്ലോ. സ്വാഭാവികം ബാധിക്കാതിരിക്കാൻ നമ്മൾ ചില പ്രിക്കോഷൻസ്. അപ്പൊ അതിൽ നിന്ന് സാറിന്റെ മൈൻഡിനെ സാറൊന്ന് റിലീസ് ചെയ്ത് മാറ്റിയെടുത്ത് പഴയ എനർജിയിലേക്ക് കൊണ്ടുവരുന്നത്. സാർ, ഞാൻ നല്ല യാത്രക്കാരനാണ്. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഞാനും വൈഫായിട്ട് ഹിൽ സ്റ്റേഷനിലൊക്കെ പോകും, മോനുമായിട്ട് പോകും, പിന്നെ എൻജോയ് ചെയ്യും, പാട്ട് കേൾക്കും, പിന്നെ പ്രാർത്ഥിക്കും, എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കും. പിന്നെ ഇങ്ങനെ ആൾക്കാർ വന്നു പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാനുള്ള സമയം സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കാര്യം മനസ്സുകൾ പഠിക്കുന്നതിലൂടെ ലോകം തന്നെയാണ് പഠിക്കുന്നത്. എല്ലാം മനസ്സിലാണ് സംഭവിക്കുന്നത്. വളരെയേറെ നിമിഷങ്ങൾ സാറ് നമ്മളുമായി സംവദിച്ചു. പല കാര്യങ്ങൾ നേരിട്ട് കണ്ട് അതിശയകരമായ ആ ഒരു ട്രാൻസ്ലേജിലേക്ക് കൊണ്ടുപോകുന്ന രീതി, സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ മുന്നിലിരുന്ന ഒരു ചെറുപ്പക്കാരന് മാറ്റം വന്ന രീതി, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യകർത്താവ് ഞാൻ പോലും ചില കാര്യങ്ങൾ മറക്കുന്ന രീതിയിലേക്ക് ഒരു ട്രാൻസ്ലേജിലേക്ക് പോയോ എന്ന് സംശയിച്ചു പലപ്പോഴും. വളരെയധികം മനസ്സിനൊരു പോസിറ്റീവ് ആംബിയൻസ് സാറിൻ്റെ അടുത്തിരുന്നപ്പോൾ ഉണ്ടായി. വളരെയേറെ സന്തോഷം. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കാണാം എന്ന ഉറപ്പിന്മേൽ പിരിയുന്നു. മായ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി MT ജയദേവൻ സൈനിങ് ഓഫ്. താങ്ക് യു.